ഓക്കെ, നമ്മുടെ ഫസ്റ്റ് GI സിസ്റ്റമാണ്. അതിനകത്ത് GITയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോംപെരിഡോൺ. ഡോംപെരിഡോൺ എന്ന് വെച്ചാൽ ഒരു ബേസിക്കലി പ്രോകൈനറ്റിക് ഏജന്റ് ആണ്. പക്ഷെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റി എമറ്റിക്, വോമിറ്റിങ്ങിന് കൊടുക്കുന്ന ഡ്രഗാണ്. സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്, സേഫ് ആണ്. ചിൽഡ്രന് വലിയ പ്രോബ്ലംസ് ഇല്ല. ലാക്ടേഷനിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, പക്ഷെ പ്രഗ്നൻസിയിൽ അത്രയ്ക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല. എന്നാലും ലാക്ടേഷനിലാണ് സ്ട്രിക്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അപ്പം ഡോംപെരിഡോൺ യൂഷ്വലി ഡോസ് വരുന്ന 5 mg 10 mg ഒക്കെയാണ്. ഓറലാണ് സാധാരണ അവൈലബിൾ. ഡിസ്പേഴ്സിബിൾ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. കോമൺ സേഫാണ്, വലിയ പ്രോബ്ലംസ് ഇല്ല. നമ്മുടെ ഡോംസ്റ്റാൽ, കോമൺ ഡോംസ്റ്റാൽ, ട്രേഡ് നെയിം ഡോംസ്റ്റാൽ എന്ന് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എഴുതിയാൽ മതിയാണ്. നെക്സ്റ്റ് ഡ്രഗ് എസോമിപ്രസോൾ. എസോമിപ്രസോളും ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡ്രഗാണ്. ഇപ്പം കോമൺലി യൂസ്ഡ് ട്രേഡ് നെയിംസ് ഇസ്ര ഉണ്ട്, IZRA ഉണ്ട്. സോംപ്രാസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. 20 mg ഉണ്ട്, 40 mg ഉണ്ട്. സേഫ് ഡ്രഗാണ്. ആൻറ്റി അൾസർ ഡ്രഗാണ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഒരു അതാണ്. അസിഡിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. സൈഡ് എഫക്ട്സ് വലുതായിട്ടില്ല, സേഫാണ്. പിന്നെ ഉള്ളത് പിന്നെ ഗ്യാസ്ട്രോഎസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിനകത്ത് ഡോംപെരിഡോണും എസോമിപ്രസോൾ കോമ്പിനേഷൻ ഉണ്ട്. സോംപ്രാസ് ഡി എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. അത് റിഫ്ലക്സും പ്രിവെന്റ് ചെയ്യും, അതുപോലെ അസിഡിറ്റി രണ്ടും പ്രിവെന്റ് ചെയ്യും. സോംപ്രാസ് ഡി കോമൺ പ്രിപ്പറേഷൻ ആണ്. ഇതിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സോംപ്രാസ് ഡി ഉണ്ട്. ഡോംപെരിഡോൺ പ്ലസ് എസോമിപ്രസോൾ കോമ്പിനേഷൻ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. സേഫാണ്, ഒരു പ്രോബ്ലം ഇല്ല. അസിഡിറ്റി പ്രോബ്ലംസിന് ഇപ്പം 1 week 2 weeks ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം, വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഫാമോറ്റിഡിൻ ചീപ്പാണ്. ഫാമോറ്റിഡിൻ്റെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പാണെന്നുള്ളതാണ്. റാനിറ്റിഡിൻ്റെ അടുത്ത ആളാണ് ഫാമോറ്റിഡിൻ. ചീപ്പാണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കാണുമ്പോൾ ഈ പേരാണ് ഫാമോഡിൻ ഉണ്ട്, ഫാമോസിഡ് ഉണ്ട്. ഫാമോസിഡ് നല്ല പ്രിപ്പറേഷൻ, സണ്ണിൻ്റെ ഇതാണ്. ഫാമോസിഡ് എഴുതി കൊടുത്താൽ മതി, വളരെ ചീപ്പാണ് കേട്ടോ. ശരിക്കും 20 mg ഒരു ടാബ്ലറ്റ് 14 ടാബ്ലറ്റ്സിന് കണ്ട് ഒരു 3 rupees എന്തോ എഴുതിയിരിക്കുന്നതിനകത്ത്. വളരെ ചീപ്പ് ഡ്രഗാണ്. ചീപ്പ്നെസ് ആണ് ഇതിൻ്റെ ഫേമസ്. പിന്നെ H. pylori കിറ്റ് ഇപ്പോൾ ഫേമസ് ആയിട്ട് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അൾസർ ഡിസീസ് ഉണ്ട്. അപ്പോൾ അൾസറിൻ്റെ ഒരു കോസായിട്ട് ഇപ്പോൾ പറയുന്നത് H. pylori എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു കോസേറ്റീവ് ഇതായിട്ട് അസോസിയേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല അൾസർ ഡിസീസും വെറും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇറാഡിക്കേറ്റ് ആവില്ല. റിലാപ്സ് ഭയങ്കര കോമൺ. അതുകൊണ്ട് ഇപ്പോൾ ഒരു കിറ്റിനകത്ത് ആക്ച്വലി ആൻറ്റിബയോട്ടിക്സ്, 2 ആൻറ്റിബയോട്ടിക്കും ഒരു ആൻറ്റി അൾസർ ഡ്രഗുമാണ് ഉള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ പ്ലസ് ഒമിപ്രസോൾ. ഇത് കിറ്റ് വളരെ കോമൺ ആണ്. ഇത് റെസിസ്റ്റന്റ് അൾസർ, ഇപ്പം നമ്മൾ ആന്റി അൾസർ ഡ്രഗ്സ് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ അൾസർ സിംറ്റംസ് ആണെങ്കിൽ ഒരു 2 weeks 1 week ആന്റി അൾസർ പ്രോട്ടോൺ പമ്പ് എസോമിപ്രസോൾ മാത്രം അല്ലെങ്കിൽ റാബിപ്രസോൾ മാത്രം കൊടുക്കാം. പക്ഷേ ഇവർ റിക്കറന്റ് ആയിട്ട് നമുക്ക് 6 months 1 year ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെടുത്ത് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കിറ്റ് ഒരു കോഴ്സ്, അതായത് 15 days ആയിട്ട് കൊടുക്കാം. കിറ്റിനകത്ത് അതിൻ്റെ എല്ലാം ക്ലിയർ ആണ്. അത് 2 ടാബ്ലറ്റ് ഒരു ദിവസം വെച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് ഈ എല്ലാ ഡ്രഗ്സും അതിനകത്തുണ്ട്, ഒരു കിറ്റായിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ അതിനെപ്പറ്റി തന്നെ സൈഡ് എഫക്ട്സ് ഡ്രഗ്സിൻ്റെ ഇതിനകത്ത് കണ്ടൻസിൻ്റെ സൈഡ് എഫക്ട്സ്. ഇപ്പോൾ അമോക്സിലിന് പെൻസിൽ അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ ഒക്കില്ല. ക്ലാരിത്രോമൈസിന് കുറച്ച് ലിവർ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ മാത്രം വെറി ചെയ്താൽ മതി. വേറെ സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളത് നെക്സ്റ്റ് മെറ്റോക്ലോപ്രമൈഡ് ഫ്രീക്വൻ്റ്ലി വളരെ കുറേ നാളായിട്ട് ടൈം ടെസ്റ്റഡ് ഡ്രഗാണ്. ആൻറ്റി എമറ്റിക്, അതായത് വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രഗാണ്. നമ്മുടെ കോമണസ്റ്റ് അതിൻ്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് പെരിനോം വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും റിലേറ്റീവ്ലി സേഫ് ആണെങ്കിലും കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് ഇതുണ്ട്, നമ്മുടെ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് എന്ന് പറയും. അതായത് കുറച്ച് ഡിസ്റ്റോണിയ മാതിരിയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വരാം. ഇത് കൊടുക്കുന്ന ചില പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഈ ടോണിക് പോസ്റ്ററിങ്, ഇപ്പോൾ പറഞ്ഞാൽ ടോർട്ടിക്കോളിസ് മാതിരി കഴുത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുന്നത് ഒരു പ്രത്യേക ടോൺ ഫേസിലും ഹെഡിലും ഒക്കെ ഒരു ഇതുപോലെ വരിക. അപ്പോൾ റിസ്ക് ഉണ്ട് ഇതിന് കുറച്ച്. വളരെ റെയറാണ് ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ്, എന്നാലും വരാം, ചിലപ്പോൾ വരാം. അങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടായ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇതാണ് പ്രോമെത്താസിൻ, ഫെനർഗാൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ്. അപ്പം
അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് വല്ലപ്പോഴും ഒക്കെ. അതർവൈസ് ഓക്കെ ഡ്രഗാണ്, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണ്. 10 mg ആണ് ഡോസ്. പ്രഗ്നൻസിയിൽ ഈ ഡ്രഗ് ഓക്കെ സേഫാണ്. ഗൈനക്കോളജിസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. പ്രഗ്നൻസിയിലോ വോമിറ്റിങ്ങിലൊക്കെ ഇത് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ വേറെ ഡ്രഗ്സും ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പം കുറച്ച് ഇപ്പം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോംബെറിഡോണാണ് ഇപ്പോഴത്തെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി എമെറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത്. പിന്നെ ഒമിപ്രസോളും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, നേരത്തെ പറഞ്ഞ എസോമിപ്രസോൾ അതിൽ ഒമേസ്, OMEZ, OCID 20 mg 10 mg ഒക്കെ ഉണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒമിപ്രസോൾ. പിന്നെ കോമ്പിനേഷൻ ഉണ്ട് ഒമിപ്രസോൾ പ്ലസ് ഡോംബെറിഡോൺ, അതും പറഞ്ഞു. റിഫ്ലക്സ് ഡിസീസിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പാൻഡോപ്രസോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഈ ഒമിപ്രസോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ഇതാണ്. പാൻഡോപ്രസോൾ ആണ് ഇപ്പോഴത്തേത്. പാൻറ്റോസിഡ് ഉണ്ട്, ടാൻജിയം ഉണ്ട്, അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട്. ഇതാണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സേഫാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പാൻഡോപ്രസോൾ പ്ലസ് ഡോംബെറിഡോൺ അതും ഉണ്ട് കോമ്പിനേഷൻ, ആൻറ്റി റിഫ്ലക്സ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാം. റാബിപ്രസോൾ പാൻഡോപ്രസോൾ പോലെ നെക്സ്റ്റ് കോമൺലി യൂസ്ഡ് ഡ്രഗാണ് ഈ PPI ഗ്രൂപ്പിൽ പെടുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ഇറ്റോപ്രൈഡ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. ഇറ്റോപ്രൈഡും പ്രോകൈനറ്റിക് ഗ്രൂപ്പിൽ പെടും. സിസാപ്രൈഡ്, ഇറ്റോപ്രൈഡ്, മൊസാപ്രൈഡ് ഈ ടൈപ്പ് ഡ്രഗ്സ് എല്ലാം പ്രോകൈനറ്റിക് എന്ന് പറയും. അതായത് നമ്മൾ ഫോർവേഡ് മൂവ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ പുറകോട്ടുള്ള റിഫ്ലക്സ്, വോമിറ്റിംഗ്, റീഗർജിറ്റേഷൻ അതെല്ലാം കുറയ്ക്കാവുന്ന ഡ്രഗ്സാണ്. ആ ടൈപ്പ് സിംറ്റംസിനൊക്കെ നല്ലതാണ് ഇറ്റോപ്രൈഡ് എന്ന് പറയുന്ന ഡ്രഗ്. മൊസാപ്രൈഡ് ഉണ്ട്. ഇറ്റോപ്രൈഡ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ റാനിറ്റിഡീൻ പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ആൻറ്റി അൾസർ ഡ്രഗാണ്. H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്നാണ് പറയുന്നത്. വേറൊരു മെക്കാനിസമാണ്. റാനിറ്റിഡീനും ഈ PPIസും കൂടെ വേണേൽ കമ്പൈൻ ചെയ്യാം. പക്ഷേ റാനിറ്റിഡീൻ കുറച്ചുകൂടെ മൈൽഡർ എന്നാണ് പറയുന്നതെങ്കിലും വളരെ സേഫാണ്. വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, വേറെ പ്രോബ്ലംസ് ഇല്ല. 150 mg ഇഞ്ചക്ഷൻസും ഉണ്ട്. നമുക്കിപ്പോൾ ഒരാൾ വയർ പെയിൻ അബ്ഡോമിനായിട്ട് വന്ന് അത് എൻ്റെ കോസായിട്ട് നമുക്ക് അസിഡിറ്റി ആണ് ഒരു കോസായിട്ട് തോന്നുമെങ്കിൽ ഇഞ്ചക്ഷൻ റാനിറ്റിഡീൻ കൊടുക്കാം, വളരെ സേഫാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പാൻഡോപ്രസോൾ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. പാൻഡോപ്രസോൾ ഇഞ്ചക്ഷൻ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. പേഷ്യൻ്റ് യൂഷ്വലി ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഡിസ്കംഫർട്ട് ചിലപ്പം അസിഡിറ്റിയുടെ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഇഞ്ചക്ഷൻ പാൻഡോസിഡ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. പിന്നെയുള്ളത് പിന്നെ ആൻറ്റാസിഡ്സ്, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ആൻറ്റാസിഡ്സ് കോമൺലി ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ജലൂസിൽ, ഡൈജീൻ, മ്യൂക്കെയിൻ ജെല്ല്, ഇത് പല തരത്തിൽ അവൈലബിൾ ആണ്. പല ഇതിനകത്തുള്ള ഡ്രഗ്സ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സിമെത്തിക്കോൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ ലോക്കൽ അനസ്തെറ്റിക് കമ്പൈൻ ചെയ്തിരിക്കും. മ്യൂക്കെയിൻ ജെല്ലിനകത്ത് കുറച്ച് ലോക്കൽ അനസ്തെഷ്യ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെയിൻ്റെ റിലീഫ് കുറച്ചുകൂടെ ഇതാണ്. പെപ്റ്റിക്കെയിൻ, ഗ്യാസ്ട്രോസിഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. എല്ലാം സിറപ്പ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ട്യൂബിൾ ടാബ്ലറ്റ്സും ഉണ്ട്, ഡൈജീൻ ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഡൈസൈക്ലോവിറിൻ, ഡ്രോട്ടാവെറിൻ, ഡൈസൈക്ലോവിറിൻ ഇതൊക്കെ ആൻറ്റി സ്പാസ്മോഡിക് എന്ന് പറയും. ലോവർ അബ്ഡോമൻ പെയിൻ, കോളിക്കി നേച്ചർ, അതായത് വിട്ടുവിട്ട് വരുന്ന നല്ല സിവിയർ പെയിൻ, വന്നും പോയിരിക്കുന്ന മാതിരി പെയിൻ, അൾസറിൻ്റെ അല്ലാത്ത ടൈപ്പ് പെയിൻ ആയിട്ട് തോന്നുന്നു. പക്ഷേ ഒബ്സ്ട്രക്ഷൻ കാണരുത്. ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഡ്രഗ് ഒന്നും കൊടുത്തുകൂടാ, അങ്ങനെ ഒരു ഇതുണ്ട്. ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ പേഷ്യൻ്റ് അത്ര സിക്കല്ല, കോളിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ സേഫായിട്ട് കൊടുക്കാവുന്ന ഡ്രഗാണ് ഈ ഡ്രോട്ടാവെറിൻ. ഇഞ്ചക്ഷൻ ഉണ്ട്, ടാബ്ലറ്റും ഉണ്ട്. ഇതിനൊക്കെ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കും. പ്ലസ് ഡൈസൈക്ലോമിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഡ്രഗ്സെല്ലാം ആൻറ്റി സ്പാസ്മോഡിക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗാണ്. നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ കോളിക്കി നേച്ചർ കുറയ്ക്കുന്ന ഡ്രഗാണ്. ഇഞ്ചക്ഷൻസും ഉണ്ട്, ടാബ്ലറ്റ്സും ഉണ്ട്. ഇതെല്ലാം ഹയോസിൻ ആൻറ്റി കോളിനർജിക്, ആൻറ്റി സ്പാസ്മോഡിക് സെയിം ഗ്രൂപ്പിൽ പെടുന്ന. ബസ്കോപ്പാൻ എന്നാണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. എനിക്കൊന്ന് കാഷ്വാലിറ്റിയിലെ ഒരു കോമൺലി യൂസ്ഡ് ഡ്രഗ് ബസ്കോപ്പാൻ. നമ്മൾ പെയിൻ അബ്ഡോമിനായിട്ട് വരുന്ന പേഷ്യൻ്റ് പലപ്പോഴും പെയിൻ അബ്ഡോമിൻ്റെ മെഡിക്കൽ കോസസ് പറയുന്ന അപ്പർ അബ്ഡോമിനൽ പെയിനും കുറേ വോമിറ്റിംഗ്, ഫുഡുമായിട്ട് ഇമ്മീഡിയറ്റ് ഫുഡ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കൂടുതൽ അസിഡിറ്റിയുടെ പെയിനായിട്ട്. അങ്ങനെയുള്ള പെയിൻ നമ്മൾ യൂഷ്വലി ഇഞ്ചക്ഷൻ റാനിറ്റിഡീൻ, ഇഞ്ചക്ഷൻ പാൻഡോപ്രസോൾ കൊടുക്കാം. കുറേ കൂടെ ലോവർ അബ്ഡോമിൻ പെയിൻ, ഫുഡുമായിട്ട് വലിയ റിലേഷൻ ഇല്ല, കോളിക്കി നേച്ചർ, വന്നും പോയിരിക്കുന്ന പെയിൻ, അതുപോലെ തന്നെ ബവൽ സിംറ്റംസ്, ലോവർ ബവൽ സിംറ്റംസ് ആണ് കൂടുതലെങ്കിൽ ഇൻഡസ്ട്രീൻ്റെ മോട്ടിലിറ്റി ഡിസോർഡർ കുറേ ആകാം.
അപ്പോൾ അതിന് ഉള്ള ഇതിനായിട്ട് നമ്മൾ ഹയോസിൻ ബസ്കോപ്പാൻ ഇഞ്ചക്ഷൻ കാഷ്വാലിറ്റിയിലൊരു ഇതാണ്. ഇത് രണ്ടും ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരാറുണ്ട് ഇങ്ങനെയുള്ള പെയിന്. പിന്നെ ഇറ്റോപ്രൈഡ് നേരത്തെ പറഞ്ഞു. ഇറ്റോപ്രൈഡിൻ്റെ ട്രേഡ് നെയിം എന്ന് പറയുമ്പം ഇറ്റോപ്രിഡ് ഉണ്ട്, ഇറ്റോപ്രിഡ് ഉണ്ട്. 50 mg ഡോസാണ്. അത് ഈ പറഞ്ഞ പോലെ മോട്ടിലിറ്റി പ്രോബ്ലംസിൻ്റെ ഇതാണ്. നോസിയ, വോമിറ്റിംഗ് എല്ലാത്തിനും കൂടെ വേറെ ട്രക്കിനെ കൊടുക്കാം. മെബിവെറിനും ഒരു ആൻറ്റി സ്പാസ്മോഡിക്, അതായത് കോളിക്കി ടൈപ്പ് പെയിൻ കുറയ്ക്കാനുള്ള ഇതാണ്. പിന്നെ ഉള്ളത് ബിസാക്കോഡിൽ. ഇനി താഴോട്ടുള്ള സിംറ്റംസ് ആണ് ലോവർ ബവൽ, അതായത് ലാക്സേറ്റീവ്. ബിസാക്കോഡിൽ ലാക്സേറ്റീവ് ആണ്, കോൺസ്റ്റിപ്പേഷന് കൊടുക്കുന്ന ഡ്രഗാണ്. അത് അതിൻ്റെ മെക്കാനിസം ശരിക്കും പറഞ്ഞാൽ മ്യൂക്കസ് സെക്രീഷൻ കുറയ്ക്കുന്ന ഒരു ഇതാണ് ഉള്ളത്. കോൺസ്റ്റിപ്പേഷൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. 10 mg സപ്പോസിറ്ററി കൊടുക്കാം. എനിമ ഉണ്ട് ബിസാക്കോഡിൽ, ചിൽഡ്രനിലും കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. എൻട്രിക്കോട്ടർ ടാബ്ലറ്റ്സ് ഉണ്ട്, 10-20 mg എടുക്കാം. എടുത്തിട്ട് അത് കഴിഞ്ഞ് വേണേൽ സപ്പോസിറ്ററിയും വയ്ക്കാം. നെക്സ്റ്റ് മോർണിംഗിൽ സപ്പോസിറ്ററി വയ്ക്കാം. രാത്രിയിൽ 10-20 mg ടാബ്ലറ്റ്സ് കഴിച്ചിട്ട്, അതായത് 2 ടാബ്ലറ്റ് ബിസാക്കോഡിൽ കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ സപ്പോസിറ്ററി വെച്ച് കഴിഞ്ഞാൽ ബവൽ പാസ് ചെയ്യാൻ എളുപ്പമാണ്. ഡെൽക്കോലാക്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രെയിൻ, വളരെ ഫ്രീക്വൻ്റ്. ഡെൽക്കോലാക്സ് കോമൺലി ജനങ്ങളിലെല്ലാം ചെയ്യുന്ന ട്രെയിനാണ്. പിന്നെ ലാക്ടുലോസിൻ്റെ ഒരു ഗുണം, അതൊരു ലാക്സേറ്റീവ് ആണെങ്കിലും ലിവർ ഡിസോർഡേഴ്സിനകത്ത് വളരെ സേഫ് എന്നല്ല, ലിവർ ഡിസോർഡേഴ്സിൽ സ്പെസിഫിക് അതിന് ഒരു ആക്ഷൻ ഉണ്ട്. അതായത് ലാക്ടുലോസിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് അമോണിയ ഒരു മെക്കാനിസമാണ്. നമ്മൾ അമോണിയ ബ്ലഡിൽ ഈ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയുടെ ഒരു കോസായിട്ട് അവർ പറയുന്നത് നമ്മുടെ അമോണിയ, ഗട്ടിലെ അമോണിയ അങ്ങ് അബ്സോർബ് ചെയ്ത് പോകുമ്പോഴാണ് ബ്ലഡിലേക്ക് കയറുമ്പോൾ അതിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ ലിവറിനാകുന്നില്ല. കാരണം ലിവർ ഡാമേജ്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രോണിക് ലിവർ ഡിസീസ്, ആൽക്കോളിസം ഒക്കെ ഉള്ളവരിൽ അവരുടെ ഒരു വൺ ഓഫ് ദി സജസ്റ്റഡ് മെക്കാനിസം അമോണിയാണ്. അപ്പോൾ ഈ ലാക്ടോസിൻ്റെ ആക്ഷൻ ഇതിൻ്റെ അസിഡിറ്റി കുറച്ചുണ്ട്. ലാക്ടോസ് അതിപ്പോൾ അസിഡിക്കാണ്. അപ്പോൾ അത് അസിഡിക് ആകുമ്പോൾ അമോണിയത്തെ NH3 NH4+ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്യാതിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്ന ഒരു മെക്കാനിസം. എന്തായാലും ഇത് കുറെ കൂടെ ലിവർ ഡിസോർഡേഴ്സിലെ സ്പെസിഫിക് ലിവർ ഡിസോർഡേഴ്സ് പേഷ്യൻറ്റിൽ നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇപ്പം കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഡെയിലി 2 to 3 സെമി ലൂസ് ബവൽസ് അവർ പാസ് ചെയ്താൽ നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഡയറി ആവരുത്, ഒരു സെമി ലൂസ് ബവൽസ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ലാക്ടുലോസ്, ഇതിൻ്റെ കോമണസ്റ്റ് ട്രേഡ് നെയിം ഡുഫാലാക് എന്ന് പറയും. ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു ബോട്ടിൽ അതിനകത്ത് അവർക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസൊക്കെ ഭയങ്കര ലൂസ്, LOOZ ലൂസ് ഉണ്ട്, ഡുഫാലാക് ഉണ്ട്. ഇത് ബവൽ അനുസരിച്ചിട്ട് പേഷ്യൻറ്റ് ട്രെയിനിങ് കൊടുക്കണം. അതായത് നമ്മൾ 2 ബവൽ ദിവസം പാസ് ചെയ്യത്തക്ക രീതിയിൽ 15 to 30 ml രാത്രിയിൽ എടുക്കാൻ. അപ്പോൾ രാത്രിയിലോ 2 നേരമായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറയും. കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂട്ടണം. ഡയറി ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കേണ്ടി വരും. അതാണ് എൻ്റെ ഒരു. പിന്നുള്ളത് ക്രിമാഫിൻ കോമൺ ആണ്. വളരെ അതൊരു ഈ പറഞ്ഞ വേറൊരു ടൈപ്പ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ് അത്. ക്രിമാഫിൻ നമ്മൾ യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള കുറച്ച് ഇപ്പം കാർഡിയാക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്ന പേഷ്യൻറ്റ്, കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്ന പേഷ്യൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാർഡിയാക് ഇതിനകത്തൊക്കെ യൂഷ്വലി ക്രിമാഫിൻ നമ്മൾ പറയാറുണ്ട്. ക്രിമാഫിൻ ഒരു കോമൺലി പ്രിസ്ക്രൈബ്ഡ് ഇതാണ്. പിന്നുള്ളത് സൾഫാസാലസിൻ അത്ര ഫ്രീക്വൻ്റ്ലി പ്രിസ്ക്രൈബ്ഡ് അല്ല, പക്ഷേ അതൊരു യൂഷ്വലി അതിൻ്റെ കോളൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതിനകത്ത് ഡ്രഗാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രീക്വൻ്റ്ലി അങ്ങനെ എഴുതുന്ന ഡ്രഗൊന്നും അല്ല, കോമൺ അല്ല അത്. പിന്നെ ഉള്ളത് സിപ്രോഫ്ലോക്സസിൻ ടിൻഡാസോൾ, ഒരു എന്താ പറയുന്ന ഒരു ആളുകളെല്ലാം സ്വന്തമായിട്ട് വേണം യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രഗാണ്. അത് ഒരു ആൻറ്റി ഡയറിയൽ ആണ് അതിൻ്റെ കോമണസ്റ്റ് ഇൻഡിക്കേഷൻ. കാരണം ഈ ഒരു കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ പ്ലസ് ആൻറ്റി അമീബിക് ആക്ഷൻ ഉണ്ട്. ടിൻഡാസോൾ ഈ ഡ്രഗ് 2 നേരമായിട്ട് എടുക്കാം. അത് സത്യം പറഞ്ഞാൽ ബവലിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഡയറിക്ക് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു 2 days മാത്രം എടുത്താലും ഓക്കെ, കുഴപ്പമില്ല. 2 നേരമായിട്ട് സിപ്രോഫ്ലോക്സസിൻ 500+ ടിൻഡാസോൾ 600 mg ഉണ്ട് അതിനകത്ത്. വലിയ ടാബ്ലറ്റാണ്, വിഴുങ്ങാനൊക്കെ ഇത്തിരി പാടാണ്. പക്ഷേ 2 നേരമായിട്ട് 2 ദിവസം എടുത്ത് കഴിയുമ്പോൾ ഡയറിയ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ചിൽഡ്രനിൽ ഡയറിയയ്ക്ക് നമ്മൾ കൊടുക്കാറില്ല. ചിൽഡ്രനിൽ ഡയറിയ മോസ്റ്റ് കോമൺ കോസ് വൈറലാണ്. ജസ്റ്റ് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല. ഈ ഡ്രഗ് അഡൽട്ടിലാണ് കോമൺലി കൊടുക്കുന്നത്. അത് തന്നെയും ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ഇല്ല ഇത് കൊടുക്കാനുള്ള പലപ്പോഴും. പക്ഷേ അത് നമ്മൾ കൺഫേംഡ് ആണെങ്കിൽ മാത്രം, ബാക്ടീരിയലോ അല്ലെങ്കിൽ അമീബിക്കുന്നത് തോന്നുന്നതാണ്. സൈഡ് എഫക്ട്സ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിസീനസ് ഉണ്ടാക്കാം, കോമൺ ആണ് സൈഡ് എഫക്ട്സ്. അതുപോലെ ടിൻഡാസോളിനൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ട്. മെറ്റാലിക് ടേസ്റ്റ് തന്നെ പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്ന വായിക്ക് കയ്പെന്നായിരിക്കും അവർ പറയുന്നത്. വായിക്ക് കയ്പ് ഭയങ്കര കോമൺ ആണ് ഇതിന്. ഇത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഒരു ദിവസം ഒരു ഗിഡി
ആടിയൊക്കെ നിൽക്കാൻ ഒരു ചാൻസ്. ഒരുപാട് ട്രെയിൻ സിപ്രോട്ടിനി, സിപ്ലോക്സ് TZ, ഇത് രണ്ടുമാണ് ഭയങ്കര കോമൺലി യൂസ്ഡ്. ഫ്യൂറാസോളിഡിൻ ഒരു ഇത് GI ഇൻഫെക്ഷൻ, അഗൈൻ ഡയറിയ മാതിരിയുള്ള പ്രോബ്ലംസിന് കൊടുക്കുന്നതാണ്. ആൻറ്റി ഡയറിയൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ഡ്രഗ് ഫ്യൂറാസോളിഡിൻ. പിന്നെ ഉള്ളത് പിന്നെ ഒരു ലാക്ടോബാസിലസ് കോമ്പിനേഷൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് ലാക്ടോബാസിലസ് കോമ്പിനേഷൻ്റെ ഇപ്പോഴത്തെ പറയുന്നത് പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ബൗലിലെ എന്താ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഫ്ലോറയും കൂടെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ബൗലിലെ ഫ്ലോറ പോകുമ്പോൾ ആളിന് വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ വരാം. അതൊരു തമാശയാണ് അത്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അമോക്സിലിൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ക്ലിൻഡാമൈസിൻ എന്നൊക്കെ പറയുന്ന റെയർലി യൂസ്ഡ് ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബൗലിലെ മുഴുവൻ ഫ്ലോറ പോയിട്ട് ചിലപ്പം ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ എന്നൊക്കെ പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അതങ്ങോട്ട് ഓവർഗ്രോ ചെയ്യും. അത് ഓവർഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് പുതിയൊരു ഡയറി വരും. ആൻറ്റിബയോട്ടിക് ഇൻഡ്യൂസ്ഡ് ഡയറിയ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്. ഇതെങ്ങനെയുള്ളതെല്ലാം പൊതുവെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാക്ടോബാസിലസ് കൂടെ അവരെടുക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ തന്നെ അവരുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് എടുക്കാം. സ്പോറലാക്, വിസിലാക്, ബിഫിലാക്, ന്യൂട്രോളിൻ ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട് ഡ്രഗ്സ് ഉണ്ട്, ഒരുപാട് ഫ്രീക്വൻലി അവൈലബിൾ ഇതാണ്. ഇത് സാഷേറ്റ് പൗഡറായിട്ട് അവൈലബിൾ ആണ്. ഡയറിക്കും ചുമ്മാ അതല്ല തന്നെ ഇത് കൊടുക്കാം. കാരണം ഇത് ഗട്ടിലെ ഫ്ലോറ എന്ന് ബാലൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ്. ലോപ്രമൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പിയോയിഡ് ആൻറ്റി ഡയറിയൽ, അത് മോർഫിൻ ഡിറൈവ്ഡ് സാധനമാണ്. ആൻറ്റി ഡയറിയൽ, അതായത് ആ ഓപ്പിയോയിഡ്സിനെല്ലാം ബൗലിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ മെക്കാനിസം ഇതിനെടുക്കുന്നത്. നല്ല ഡയറിയ പേഷ്യൻ്റ് നമ്മളെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഡയറിയ എങ്ങനെയും കുറയണം. വാട്ടറി ലൂസ് ഡയറിയ വിത്തൗട്ട് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ആണ്. വോളിമിനസ് ഡയറിയ ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നു. അൺനെസസറി ഡയറിയ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ലോപ്രമൈഡ് 2 ടാബ്ലറ്റ് കൊടുത്താൽ മതി. 2 മില്ലിഗ്രാം ഫ്രീക്വൻസി അല്ല, അത് സ്റ്റാറ്റ് ഡോസാണ്. അങ്ങനെയൊക്കെയുള്ള 10+ ഒക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങ് ട്രബിൾസം ആയിട്ടും അൺനെസസറിലി ആയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. പക്ഷെ ബ്ലഡ് മ്യൂക്കസിലുണ്ടെങ്കിൽ കഴിവതും ഇത് അവോയ്ഡ് ചെയ്യാം. അതിൽ ചിൽഡ്രനിൽ ഓൾമോസ്റ്റ് സ്ട്രിക്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അഡൽട്ടിലും കോഷ്യസ് യൂസ് ചെയ്യേണ്ട ഡ്രഗാണ്. കാരണം പലപ്പോഴും ബവൽ ഇത് മോട്ടിലിറ്റി സ്റ്റക്കായി കഴിഞ്ഞാൽ ഒരു മെക്കാനിസം പറയുന്നത് ടോക്സിൻസ് ഒക്കെ ചിലപ്പോൾ അബ്സോർബ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ ബവലിന് ഡയറിയുടെ കോസ് എക്സാക്റ്റ് ആയിട്ട് അറിയാതെ ചിലപ്പോൾ വല്ല സർജിക്കൽ കോസുകളാണെങ്കിൽ ഈ ടൈപ്പ് ഡ്രഗ്സ് ഹാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോഷ്യസ്ലി യൂസ് ചെയ്യേണ്ട ഡ്രഗാണ്, കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് പറയുന്നത് ലോപ്രമൈഡ്. പിന്നെ മെട്രോണിഡസോൾ, നോർഫ്ലോക്സസിൻ, ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. ഇതെല്ലാം സിപ്രോട്ടിനിയുടെ ബാലൻസ് ആണ്. ആ സെയിം ഡ്രഗ് കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. മെട്രോണിഡസോൾ ടിനിഡോസോളിനേക്കാളും ഒരു പുറകിലാണ്. ഇപ്പം 3 times ഡെയിലി എടുക്കണം. സെയിം സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെ ഇതിനും വരാം. പിന്നെ ഇതൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ഭയങ്കര ഡിസ്കംഫർട്ടൊക്കെ പറയാറുണ്ട്, ഫ്ലഷിങ് സെൻസേഷനോ അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസ് പറയാറുണ്ട്. മെറ്റാലിക് ടേസ്റ്റ് ആണ് ഇതിൻ്റെ എല്ലാം പ്രധാന സൈഡ് എഫക്ട്. ഇതെല്ലാം ആൻറ്റി ഡയറിയൽ ഗ്രൂപ്പാണ്. ഒരു റസിക്കഡോട്രിൽ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡ്രഗാണ്. പുതിയതല്ല, റിലേറ്റീവ്ലി പുതിയ ഡ്രഗാണ് റസിക്കഡോട്രിൽ. അത് റിഡോട്ടിൽ എന്ന് പറഞ്ഞ ട്രേഡ് നെയിമുണ്ട് അതിന്. അത് 100 mg ആണ് ക്യാപ്സ്യൂള്. 2 നേരമായിട്ട് എടുക്കാം, 2-3 നേരം എടുക്കാം. അത് മെയിൻ അതിൻ്റെ ആക്ഷൻ ആൻറ്റി ഡയറിയലാണ്. അത് അതിനകത്തൊരു ഡയറി എന്ന് വെച്ചാൽ ഇത് കുറച്ച് CAMP എന്നൊക്കെ പറഞ്ഞ മെക്കാനിസമാണ്, സെക്രീഷൻ കുറയ്ക്കുന്ന മെക്കാനിസമാണ്. അപ്പം അക്യൂട്ട് സിംറ്റമാറ്റിക് ഡയറിക്കകത്ത് ഇത് ആൻറ്റി ഡയറിയൽസിൻ്റെ കൂടെ ഒരു ഡ്രഗായിട്ട് ഇതും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സൈഡ് എഫക്ട്സ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് എൻസൈം സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാർമിസൈഡ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഡിജിപ്ലക്സ്, കാർമിസൈഡ്, ഇതൊക്കെ കുറച്ച് എൻസൈം പ്രിപ്പറേഷനാണ്. ഇത് അപ്പറ്റൈറ്റ് സ്റ്റിമുലൻസ് എന്ന് പറയുന്ന ഡ്രഗ് ഗ്രൂപ്പാണ്. കുറച്ച് ന്യൂട്രിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് പെപ്സിൻ, അങ്ങനെ കുറേ എൻസൈംസ്, ഡയസ്റ്റേസ്, അങ്ങനെ കുറേ എൻസൈംസ് ആണ്. ഇത് ഫ്രീക്വൻലി അവൈലബിൾ, നമ്മൾ ടോണിക്ക് പോലെ അവൈലബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല പ്രത്യേകിച്ച്. വിറ്റാസൈം, പക്ഷേ ഈ പേഷ്യൻ്റ് പറയുന്ന പോലെ കുറേ നാളായിട്ട് ഒരു വിശപ്പില്ലായ്ക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രഗാണ്. വിശപ്പില്ല എന്നൊക്കെ പറയുന്ന പിള്ളേരുമൊക്കെ കൊച്ചുമ കൊടുക്കാവുന്ന ഡ്രഗാണിത് ശരിക്കും. സിലിമാരിൻ ഫ്രീക്വൻലി പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണ്. സിലിമാരിൻ ആക്ച്വലി ഒരു ഫ്രൂട്ട് എന്നുണ്ടാക്കുന്ന ഒരു ആൽക്കലോയിഡ് മാതിരി ഒരു ഡ്രഗാണ്. അതായത് ഒരു ഹെർബൽ ഡിറൈവ്ഡ് പ്രോഡക്റ്റ് ആണ്, നോട്ട് എ പ്യുവർ മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ ഒക്കില്ല. സിലിമാരിൻ ആക്ച്വലി
ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് നേച്ചർ ഉണ്ട് അതിനെ കുറച്ച്. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസിന് സത്യം പറഞ്ഞാൽ മോഡേൺ മെഡിസിനിൽ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഡ്രഗ് ഇപ്പം 70 മില്ലിഗ്രാം 140 മില്ലിഗ്രാം 1 BD വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സ് ഒക്കെ കൊടുക്കാവുന്ന ഡ്രഗാണ്. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല പ്രത്യേകിച്ച്. ലിമാരിൻ, സിലിബോൺ ഇത് രണ്ടും നല്ല കമ്പനീസിൻ്റെ പ്രൊഡക്ട്സാണ്. 140 മില്ലിഗ്രാം 2 times ഡെയിലി 3 times ഡെയിലി ഒക്കെ എടുക്കാവുന്ന ഡ്രഗാണ്. പിന്നെ UDCA എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ട്. അൾസോ ഡിയോക്സി കോളിക് ആസിഡ്, ഒരു കോളിലിത്തോലൈറ്റിക് ഏജന്റ് എന്നാണ് ശരിക്കും പറയുന്നത്. അത് ഗോൾഡ് സ്റ്റോൺ ഡിസീസിന് കൊടുക്കാം. പ്ലസ് പുതിയ ഒരുപാട് ഇൻഡിക്കേഷൻസിനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിലിമാരിൻ്റെ കൂടെ തന്നെ ഇതും നമുക്ക് പലപ്പോഴും, കാരണം ഈ ഹെപ്പറ്റൈറ്റിസിനകത്ത് ഒരു കോളിസ്റ്റാറ്റിക് ഫേസ് എന്ന് പറഞ്ഞൊരു, ഇതിൻ്റെ പ്രൈമറി ഇൻഡിക്കേഷൻ ഗോൾഡ് സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റോൺ ഉള്ളവർക്ക് ഡിസൊല്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ UDCA ഇപ്പോൾ അല്ലാതെ ഈ ലിവർ ഹെപ്പറ്റൈറ്റിസിനും ഇതിന് ഇച്ചിങ് ഒക്കെ ഉള്ള ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞാൽ അത് ബൈൽ സ്റ്റാസിസ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഇച്ചിങ് വരുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂഷ്വലി ഇതുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡ്രഗ് ഡോസ് 150 അല്ലെങ്കിൽ 300 മില്ലിഗ്രാം BD ഒക്കെയാണ് ഇതിൻ്റെ ഡ്രഗ്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വലിയ അറിയപ്പെടുന്ന സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഡയറി ഉണ്ടാക്കാം, ചെറുതായി ഡയറി ഉണ്ടാക്കാവുന്ന ഡ്രഗാണ് ഇത്രേ ഉള്ളൂ. UDHEP ആണ് കോമൺലി അവൈലബിൾ ഡ്രഗാണ്. ഹെപ്പറ്റൈറ്റിസിന് ഇത് നോക്കിയിട്ട് കൊടുത്താൽ മതി. എന്താ പറഞ്ഞാൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ചിലപ്പോൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ബൈൽ സ്റ്റാസിസിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇച്ചിങ് ഉണ്ടെങ്കിൽ ഇതിലൂടെ കൊടുക്കാം. പിന്നെ ഉള്ളത് ഒരു ആയുർവേദിക് മാതിരി ഒരു ഡ്രഗാണ് LIV-52. ഞാൻ പറയുന്നില്ല, അത് ഈ പറഞ്ഞ പോലെ ഹെർബൽ മെഡിസിൻ ആണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്നുണ്ട് പേഷ്യൻ്റ് ലിവർ ഡിസീസ് ഹെപ്പറ്റൈറ്റിസിന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റം അമിലോഡിപ്പിൻ, ഒരു സേഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്. കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. പുതിയ ഡ്രഗ് ഉണ്ട് അമിലോഡിപ്പിൻ എന്ന് പറഞ്ഞ ഐസോമർ ഉണ്ട്. 5 മില്ലിഗ്രാം 2.5 മില്ലിഗ്രാം 5 മില്ലിഗ്രാം 10 മില്ലിഗ്രാം 10 മില്ലിഗ്രാം BD ഒക്കെയാണ് ഇതിൻ്റെ മാക്സിമം ഡോസ് വരുന്നത്. സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഒരു ചെറിയ ഫ്ലഷിങ് പോലെയൊക്കെ വരാം. ഹൈപ്പർ ടെൻഷൻ ഉടനെ അങ്ങനെ BP ഒന്നും ഫോളോ ചെയ്യുന്ന സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. കണ്ണും പൂട്ടി കൊടുക്കാവുന്നൊരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്. അത്ര ഒരു ഈ ഡ്രഗ് കൊണ്ട് മാത്രമേ BP ഭയങ്കര ഹൈ BP ഒന്നും പെട്ടെന്ന് കുറയില്ല. അർജൻറ്റ് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനൊന്നും വലിയ യൂസ് വരില്ല. പിന്നെ എന്താ പറയുക, സൈഡ് എഫക്ട്സ് കാലിൽ എഡീമ വരാം. നല്ല ഹൈ ഡോസിൽ എടുക്കുന്നവർക്ക് വീനസ് എഡീമ വരാം. അതൊക്കെയാണ് ആകപ്പാടെയുള്ള സൈഡ് എഫക്ട്സ്, വേറെ പ്രശ്നമൊന്നുമില്ല. കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. അമിലോഡോപ്പിൻ പ്ലസ് അറ്റിനിലോൾ ബീറ്റാ ബ്ലോക്കർ, അമിലോ പ്ലസ് 80 രണ്ട് മെക്കാനിസം സർക്കുലേറ്ററി 2 മെക്കാനിസം വഴി ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഡബിൾ എഡ്ജ്ഡ് സോഡ് മാതിരി അത് ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പേഷ്യന് 2 രീതിയിലുള്ള മെക്കാനിസം വഴിയുള്ള ഹൈപ്പർ ടെൻഷൻ റിഡക്ഷൻ കിട്ടി. അമിലോ പ്ലസ് 80 എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ആണ്. SAM ഉണ്ട്, സോമിക്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട്. സ്റ്റാംലോ അനദർ കോമൺലി പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണ്. ഇതാണ് കോമ്പിനേഷൻസ്. ഇപ്പോൾ ഒരുപാട് ആൻറ്റി ഹൈപ്പർടെൻസീവ് കോമ്പിനേഷൻസ് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ് ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് 4 ക്ലാസ് ABCD എന്ന് ഓർത്തിരുന്നാൽ മതി. A എന്ന് പറഞ്ഞാൽ AC ഇൻഹിബിറ്റർ, B ബീറ്റാ ബ്ലോക്കർ, C കാൽഷ്യം ചാനൽ ബ്ലോക്കർ അമിലോഡിപ്പിൻ വരുന്ന ഗ്രൂപ്പ്, പിന്നെ D എന്ന് പറഞ്ഞാൽ ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇതിനകത്ത് ഓരോന്നിനും എക്സാമ്പിൾ പറഞ്ഞാൽ AC ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ പ്രിൽ എന്ന് എൻഡ് ചെയ്യുന്ന എൻലാപ്രിൽ, ലിസിനോപ്രിൽ, അങ്ങനെ ക്യാപ്റ്റോപ്രിൽ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സാണ്. റാമിപ്രിലൊക്കെ വളരെ നല്ല കാർഡിയക് പ്രൊട്ടക്ഷനുള്ള ഒരു AC ഇൻഹിബിറ്റർ. B എന്ന് പറയുമ്പോൾ ബീറ്റാ ബ്ലോക്കറുടെ പ്രൊപ്രാനോൾ മുതൽ തുടങ്ങുക, ഏറ്റവും പഴയ ബീറ്റാ ബ്ലോക്കർ. ഇപ്പം ലേറ്റസ്റ്റ് നെബിവലോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അറ്റനിലോള്, കാർവിഡിലോൾ, അതുപോലെ തന്നെ മെറ്റപ്രലോൾ, ഇങ്ങനെയുള്ള ഡ്രഗ്സ്. ഇതിന് കാർഡിയൊക്കെ സ്പെസിഫിക് ആക്ഷൻ ഉണ്ട്. ഒരു തരം ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ആൻറ്റി ആർട്ടർനേജിക് ഡ്രഗ് കൂടെ. അപ്പോൾ റേറ്റും കുറച്ച് കുറയും, ഹാർട്ടിൻ്റെ റേറ്റും കുറയും, BPയും കുറച്ച് കുറയും. അപ്പോൾ MIയിലൊക്കെ ഇതിന് നല്ല യൂസ് ഉണ്ട്. പക്ഷേ ഈ ഡ്രഗിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം ബ്രോങ്കോസ്പാസം, ആസ്മ പ്രസിപ്പിറ്റ്. ആസ്മ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമല്ലാതെ ഈ ഡ്രഗ് ബീറ്റാ ബ്ലോക്കർ ഒന്നും പോലും കൊടുക്കാൻ പാടില്ല. ആസ്മയുള്ള പേഷ്യൻ്റാണെങ്കിൽ ചിലപ്പം ഭയങ്കര സിവിയർ ആസ്മ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അറ്റിനിലോളിൻ്റെ ഡോസ്, അറ്റിനിലോളാണ് ഈ കൂട്ടത്തിൽ കോമൺലി പ്രിസ്ക്രൈബ്ഡും അത്ര കോസ്റ്റ്ലി അല്ലാത്തതും. 50 മില്ലിഗ്രാം 100 മില്ലിഗ്രാം ഉണ്ട്. നെബിവലോൾ ഉണ്ട്, ഇപ്പോൾ ഇതിൽ നല്ല ഡ്രഗാണ്. 5 മില്ലിഗ്രാം 2.5 ഒക്കെ അയച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സാണ് ബീറ്റാ ബ്ലോക്കർ. പിന്നെ C എന്ന് പറയുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനകത്ത് ആദ്യത്തെ ഡ്രഗ് നിഫിഡിപ്പിൻ ആണ്. നിഫിഡിപ്പിൻ ഷോർട്ട് ആക്ടിങ് ആണ്. 10 മില്ലിഗ്രാം 5 മില്ലിഗ്രാം 20 മില്ലിഗ്രാം ഉണ്ട്. അത് സ്ലോ റിലീസ് പ്രിപ്പറേഷൻസും അവൈലബിൾ ആണ്. നിക്കാഡിയ എന്നാണ് ട്രേഡ് നെയിം.
അപ്പോൾ നിഫിഡിപ്പിൻ നമുക്ക് 10 മില്ലിഗ്രാം പ്ലെയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ 3 നേരം കൊടുക്കണം. സ്ലോ റിലീസ് ആണ് കൊടുക്കുന്നത് 2 നേരം കൊടുക്കണം. നിഫിഡിപ്പിൻ്റെ ഒരു പ്രോബ്ലം അത് ഗം ഹൈപ്പർട്രോഫി വരുത്താം, ഫ്ലഷിങ് വരുത്താം, ഹെഡ് ഏക്ക് വരുത്താം, അങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ BP പെട്ടെന്ന് റാപ്പിഡായിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്തോളാം, ആ സൈഡ് എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് നിഫിഡിപ്പിൻ ഇപ്പോൾ കാർഡിയാക്ക് പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് റേസ് ഷൂട്ടപ്പ് ചെയ്തൊരു BP കുറയ്ക്കാൻ നിഫിഡിപ്പിൻ ഇപ്പോൾ കൊടുക്കാൻ പാടില്ല. പണ്ട് സബ്ലിംഗ്വൽ നിഫിഡിപ്പിൻ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്, പ്രത്യേകിച്ച് നോൺ ഫിസിഷ്യൻ, അതായത് നോൺ മെഡിക്കൽ പീപ്പിൾ, ഈ ഇപ്പം പറഞ്ഞ ഗൈനക്കോളജിസ്റ്റൊക്കെ അവരുടെ വാർഡിൽ BP ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു പെട്ടെന്ന് പറയാൻ സബ്ലിംഗിൽ നാക്കിനടിയിലൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ കാർഡിയാക്ക് MI ആയിട്ട് വന്നൊരു നാക്കിനടി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇപ്പം ഇത് പ്രസിപ്പിറ്റസ് ഫോളോ പെട്ടെന്ന് ഡ്രമാറ്റിക്കായിട്ട് ചിലപ്പോൾ BP ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് അങ്ങനെയുള്ള ഈ ടൈപ്പ് വാസ്കുലർ ഇവൻസ് മോർട്ടാലിറ്റി കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സ്ട്രോക്കിനകത്ത് BP ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ചിലപ്പോൾ ട്രാൻസിനലി കൂടിയതായിരിക്കാം. ആ BP കുറയ്ക്കാൻ ഇപ്പോൾ സബ്ലിംഗിൽ നമ്മൾ നിക്കാടി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ബ്രെയിൻ പെർഫ്യൂഷൻ കണ്ടവാനും കുറയുക, MI കൂടും. അപ്പോൾ എന്ത് പറയുന്നത് ഇത്ര ഓർത്തിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു ആൻറ്റിപ്രിൻസീവ് നമ്മൾ അക്യൂട്ട് ഷാർപ്പ് ഷൂട്ടിന് കൊടുക്കുന്നെങ്കിൽ അത് സൂക്ഷിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എസ്പെഷ്യലി കണ്ണുമുട്ടി നിഫിഡിപ്പിൻ കൊടുക്കാൻ പാടില്ല, എസ്പെഷ്യലി നാക്കിനടി വെച്ച് കൊടുക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെ പരിപാടി ഇല്ല. നമ്മൾ ഓറൽ ഡ്രഗ്സ് കൊടുത്ത് സേഫ്ലി നോക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് പരിപാടി. BP കുറയുന്നില്ല, അവരുടെ ഈ പറഞ്ഞ കാർഡിയൊക്കെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ D എന്ന് പറയുന്നത് ഡയൂറിറ്റിക്സ് ആണ്, വളരെ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് വളരെ മൈൽഡ് ആൻറ്റി എപ്പിഡൻസി എഫക്റ്റേ ഉള്ളൂ. അത് ഹൈഡ്രോക്ലോർതയോസൈഡ് 12.5 മില്ലിഗ്രാം ആണ് അതിൻ്റെ ഡ്രഗ്. അത് ഹൈഡ്രൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് വരാം, ഇതിനകത്ത് വരുന്നുണ്ട്. അമിലോഡിപ്പിൻ ഞാൻ പറഞ്ഞു, അമിലോഡിപ്പിൻ അതിൻ്റെ അറ്റിനോൾ, ഇനി അറ്റിനോൾ അത് അതിൻ്റെ ഒരു ഐസോമറാണ്. അറ്റിനോൾ പിന്നെ വരുന്നുണ്ട്. അമിലോറൈഡ് അത് ഡയൂറിറ്റിക് ഗ്രൂപ്പിൽ വിടുന്നതാണ്. അമിലോറൈഡ് പ്ലസ് ഹൈഡ്രോക്ലോർതയോൺ വേണ്ട, കോമൺലി പ്രിസ്ക്രൈബ് അല്ല, ആവശ്യമുള്ളത് മാത്രം കിട്ടാം. പിന്നെ അമിലോഡിപ്പിൻ ഈ കോമ്പിനേഷൻസ് ആണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ ലൊസാർട്ടൻ നമുക്ക് പിന്നെ പറയുന്നുണ്ട്. അറ്റിനോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബീറ്റാ ബ്ലോക്കറാണ്. ബ്രോങ്കോസ്പാസം അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന സൈഡ് എഫക്റ്റ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പേഷ്യൻ്റ് വീസിങ് പ്രോബ്ലം റിക്കറൻ്റ് ആയിട്ട് വരുന്നുള്ളവരോട് ചിലപ്പം ഈ അറ്റിനോൾ എടുക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കണം. കാരണം അവർ അറ്റിനോൾ ഉണ്ടെങ്കിൽ ആ ഡ്രഗ് നിർത്തിയാൽ തന്നെ അവരുടെ ആസ്മ ചിലപ്പോൾ കുറയും. അതൊരു പ്രധാന പ്രോബ്ലമാണ്. പിന്നെയുള്ളത് അറ്റിനോൾ അമിലോഡിപ്പിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു. ഡിൽറ്റിയാസം കുറേ കൂടെ കാർഡിയക് സ്പെസിഫിക് ആണ്. ഹൈപ്പർ ടെൻഷന് കൊടുക്കാം, പക്ഷേ ഡിൽറ്റിയാസം കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് ഹാർട്ടിൻ്റെ റേറ്റ് കുറച്ച് കളയും പെട്ടെന്ന്. അപ്പോൾ എൽഡർലി പീപ്പിളിനൊക്കെ റേറ്റ് ഓൾറെഡി കുറയാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അവരുടെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിനൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിന് പ്രശ്നം വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിൽറ്റിയാസം നമ്മൾ കൊടുത്ത് അവർക്കൊക്കെ പെട്ടെന്ന് ചുമ്മാ BP കുറയ്ക്കാൻ വേണ്ടി ഡിൽറ്റിയാസം കൊടുക്കാറില്ല. അങ്ങനെ വേറെ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഡ്രഗാണ് ശരിക്കും പറഞ്ഞാൽ ഡിൽറ്റിയാസം. അവരെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ, ഹാർട്ടിൻ്റെ റേറ്റ് കണ്ടവനും കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അറിത്മിയാസ്, അതായത് റിതം ഡിസ്റ്റർബൻസ് ചിലതുണ്ട്, അതിനകത്തൊക്കെ കൊടുക്കുന്ന ഡ്രഗാണ് മെയിൻലി ഡിൽറ്റിയാസം. പിന്നെ എൻലാപ്രിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ABCDയിലെ Aയിൽ വരുന്ന പ്രിൽ വെച്ച് എൻഡ് ചെയ്യുന്ന ഡ്രഗാണ്. ACE ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ആൻറ്റി എപ്പിഡൻസീവ് ആണ്. ഈ ഡ്രഗിന് പറയാനാണെങ്കിൽ ഇത് റിലേറ്റീവ്ലി സേഫാണ്, വലിയ പ്രശ്നമില്ല, നല്ല BP റിഡക്ഷനാണ്. റീനൽ ആണ്, കിഡ്നിയാണ് ഇതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ. പക്ഷേ റീനൽ പ്രൊട്ടക്റ്റീവ് ആണ് ഒരേ സമയം. പക്ഷേ റീനൽ ഡിസീസ്, സിവിയർ റീനൽ ഡിസീസ് ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് നമ്മൾ കിഡ്നി ഡിസീസിന് നമ്മൾ നോക്കുന്നത്. ക്രിയാറ്റിനിൻ 2 മേളിലുണ്ടെങ്കിൽ ഈ ഡ്രഗ് കഴിവതും ജനറൽ പ്രാക്ടീഷണേഴ്സ് കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ. അതൊരു സ്പെഷ്യലിസ്റ്റ് എങ്ങനെ കണ്ടിട്ട് മാത്രമേ കൊടുക്കൂ. അതേസമയം 2 താഴെയാണ്, 1 നമ്മൾ 1 to 2 ഇടയ്ക്കോ അല്ല 1.5 അറൗണ്ടൊക്കെയാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് ഡ്രഗ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. കാരണം ഫർദർ റീനൽ ഡിസീസ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. 2.5 മില്ലിഗ്രാം ഒക്കെയാണ് ഡോസ്. സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ കോഫ് ഒരു സൈഡ് എഫക്റ്റ് ആണ്. കോഫ് ഇപ്പോഴത്തെ പ്രധാന ഒരു കോസ് ക്രോണിക് കോഫിൻ്റെ ഒരു ഡ്രൈ കോഫിൻ്റെ ഒരു പ്രധാന കോസ് ഈ AC ഇൻഹിബിറ്റേഴ്സ് ആണ്, എസ്പെഷ്യലി എൻലാപ്രിലുമായിട്ടുള്ള ഡ്രഗാണ്. കോമ്പിനേഷൻസ് ഉണ്ട്. എൻലാപ്രിലായിട്ട് എൻവാസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡ്രഗിൻ്റെ ട്രേഡ് നെയിം. എൻവാസ് വളരെ പോപ്പുലർലി യൂസ്ഡ് ഒരു ആൻറ്റി, എസ്പെഷ്യലി ഡയബറ്റിക്സിൽ മിക്കവാറും ഒക്കെ കിട്ടാറുണ്ട് ഈ ഡ്രഗ്. പിന്നെ എൻലാപ്രിൽ പ്ലസ് ഹൈഡ്രോക്ലോ എൻവാസ് H എന്നൊക്കെ പറയുന്ന ഡ്രഗ്സും ഉണ്ട്, കോമൺലി പ്രിസ്ക്രൈബ് ആണ്. പിന്നെ ഒരു അടുത്ത ഡ്രഗ് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്ന ഡ്രഗാണ്. ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പേഷ്യൻ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം യൂറിൻ പാസ് ചെയ്യുന്നത് നമുക്ക് BP കുറയ്ക്കാൻ വേണ്ടി യൂറിൻ പാസ് ചെയ്യിച്ച് BP കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല.
അപ്പം ഈ ഡയബറ്റിക്സിന്റെ മെയിൻ മെക്കാനിസം ആക്ഷൻ കിഡ്നി ഡിസീസ് വന്നിട്ട് ഇപ്പം നമുക്ക് യൂറിൻ തീരെ പോകുന്നില്ല എങ്കിൽ നമുക്ക് ഡയബറ്റിക്സ് ട്രൈ ചെയ്യാം. ഇപ്പോൾ ക്രോണിക് റീനൽ ഡിസീസ് ഉള്ളവർക്ക് ഡയബറ്റിക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. എഡീമ സ്റ്റേറ്റ്സിൽ കൊടുക്കാറുണ്ട്, നല്ല നീരൊക്കെ വെറുത്തിരിക്കുന്നു. കാർഡിയാക്ക് വളരെ ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ, ഹാർട്ടിൻ്റെ ഇതിനകത്ത് എഡീമ കോമൺ പ്രശ്നമാണ്. അപ്പോൾ കാർഡിയക് ഫെയിലിയർ ഉള്ളവർക്ക് കൊടുക്കാം. കാർഡിയക് ഫെയിലിയർ ഒരു കോമൺ ഇൻഡിക്കേഷനാണ്. റീനൽ ഫെയിലിയർ, കാർഡിയക് ഫെയിലിയർ, ഹെപ്പാറ്റിക് ഫെയിലിയർ, ഇതിനകത്തുള്ള എഡീമ സ്റ്റേറ്റ്സിൽ ഫ്യൂറോസിമേഡ്, കോമൺലി നോൺ ആസ് ലാസിക്സ് ഭയങ്കര ഫ്രീക്വൻ്റ് പ്രിസ്ക്രൈബ്. ഒരുപാട് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. 40 മില്ലിഗ്രാം പല ഇതുണ്ട്. പിന്നെ പൾമണറി എഡിമ, അക്യൂട്ട് പൾമണറി എഡിമയിലെ ഒരു ലൈഫ് സേവിങ് ഡ്രഗാണ് ലാസിക്സ്. അതുപോലെ എമർജൻസി ട്രയലിലെ ഒരു ഡ്രഗാണ്. വളരെ നല്ല ഒരു നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ഡ്രഗാണ്. സൈഡ് എഫക്ട്സ് ഡയൂറസിസ് വരാം, BP റെഡ്യൂസ് ചെയ്യാം. BP കണ്ടവനം പെട്ടെന്ന് താങ്ങും ഡയൂറസിസ് പെട്ടെന്ന് വന്നിട്ട്. പിന്നെയുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ റെയറാണ്. പിന്നെ ഓട്ടോടോക്സിറ്റി കുറച്ചും ഉണ്ടാവാം ചിലർക്ക്, ഈ ചെവി പോകുന്നത്, പക്ഷേ റെയറാണ്, ഇങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് കളയും പെട്ടെന്ന്, ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്. വേറെ വലിയ പ്രശ്നങ്ങൾ ഇഞ്ചെക്റ്റബിൾ ഫോം ഉണ്ട്. ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും രണ്ടും അവൈലബിൾ. കോമൺലി ഒരുപാട് പേരുടെ പ്രിസ്ക്രിപ്ഷനിൽ കാണാൻ ഡ്രഗാണ് ലാസിക്സ്. ഹൈഡ്രോക്ലോറോത്തിയാസിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ABCD ആ ഗ്രൂപ്പ്. ഇവിടെ D എന്ന് പറയുന്നത് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്നതിനകത്ത് മൈൽഡ് ആക്ടിങ് ഡയൂറിറ്റിക്സ്, നമ്മൾ ലാസിക്സിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ മൈൽഡ് ഡയൂറിറ്റിക്സ് ലോ സീലിംഗ് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്നത് ചെറിയ ഡോസിൽ ലോ ഡോസ് ഡയൂറിറ്റിക്സ്. അതിനകത്താണ് ഹൈഡ്രോക്ലോറോത്തിയാസിഡ് 12.5 മില്ലിഗ്രാം 25 മില്ലിഗ്രാം ഒക്കെ കൊടുക്കാം. കോമ്പിനേഷനാണ് ഇതിൻ്റെ മെയിൻ. ഇത് ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഹൈഡ്രേഡ് എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ട്. ഒറ്റയ്ക്ക് കഴിവതും വലിയതായിട്ട് ആരും യൂസ് ചെയ്യാറില്ല, കാരണം അതുകൊണ്ട് മാത്രം അങ്ങോട്ട് BP കുറയില്ല. അപ്പം വേറെ ഡ്രഗായിട്ട് ഇപ്പം എന്താ പറയുന്നത് NVASH അല്ലെങ്കിൽ നമ്മുടെ അമ്ലോപ്രസെച്ച് അങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും കോമ്പിനേഷനായിട്ട് കൊടുക്കാം. സൈഡ് എഫക്ട്സ് അങ്ങനെ പ്രത്യേകിച്ചില്ല. പക്ഷേ ഒരു ഡയബറ്റോജെനിക് സ്റ്റാറ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് കുറച്ച് ഫാറ്റ്, കൊളസ്ട്രോളൊക്കെ അങ്ങനെ കുറച്ച് കൂട്ടാനുള്ളൊരു ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ അങ്ങനെ വലിയ ഇത് എൽഡർലിയിൽ ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറയുന്നത്. ഇതായിരിക്കണം ആൻറ്റി ഹൈപ്പർടെൻസീവ് ഓഫ് ഇനിഷ്യൽ ചോയ്സ് എന്ന് പറയുന്നുണ്ട്. 12.5 മില്ലിഗ്രാം 25 മില്ലിഗ്രാം കൂടെ കൊടുക്കാം. ലൊസാർട്ടാൻ ഇപ്പോഴത്തെ ഏറ്റവും കോമൺലി പ്രിസ്ക്രൈബ്ഡ് ആൻറ്റി ഹൈപ്പർടെൻസീവ്, അമ്ലോഡിപ്പിൻ പോലെ. നെക്സ്റ്റ് കോമൺലി അതുപോലെ തന്നെ വലിയ സേഫ് ആയിട്ടുള്ള ഡ്രഗാണ്. സൈഡ് എഫക്ട്സ് ഇല്ല. കോഫ് എൻലാപ്രിൽ പോലെ ഇത് ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 50 മില്ലിഗ്രാം 100 മില്ലിഗ്രാം ഒക്കെ ഡോസ് ഉണ്ട്. ഇതിനും എൻലാപ്രിൽ A എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ ഇതും വരുന്നത്. AC ഇൻഹിബിറ്ററും ARB എന്ന് പറയുന്ന രണ്ടും ഇതേ ഗ്രൂപ്പ്. ഇത് രണ്ടും Aയിൽ വരുന്നത്. ഇതിൽ കമ്പ്യൂട്ടറിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡോസ് 50 മില്ലിഗ്രാം ഉണ്ട്, 25 മില്ലിഗ്രാം ഉണ്ട്. കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. ഇതും കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, അതായത് കണ്ടമാനം കൂടി കിഡ്നി ഡിസീസ്, ക്രിയാറ്റിനിൻ 2 എന്ന് ഓർത്താൽ അതിൻ്റെ മേളിലുള്ളവർക്ക് ഈ ഡ്രഗ് സേഫ്ലി കൊടുക്കാൻ പാടില്ല, സേഫായിട്ട് കൊടുക്കാൻ ഒക്കില്ല. അപ്പം ഫർദർ കിഡ്നി. പക്ഷെ അതുപോലെ തന്നെ ചെറിയ ക്രിയാറ്റിൻ വാല്യൂസ്, ചെറിയ റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് അതേസമയം കിഡ്നി പ്രൊട്ടക്ഷനും ഡയബറ്റിക്സിന് കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്രഗാണ് ലൊസാർട്ടാൻ. LOSAR-H വളരെ ഫേമസ് കോമ്പിനേഷനാണ്. അപ്പോൾ ലൊസാർട്ടാൻ ഹൈഡ്രോക്ലോറോത്തിയാസിഡും ഉണ്ട്. ഇത്രയാണ് ആൻറ്റി ഹൈപ്പർടെൻസിവിനെ പറ്റി പറയാനുള്ളത് ബേസിക് ആയിട്ട്. സോർബിട്രേറ്റ് എന്ന് പറയുന്നത്. സോർബിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റിനെയാണ് നമ്മൾ സോർബിട്രേറ്റ് എന്ന് പറയുന്നത്. ആ ഡ്രഗിൻ്റെ മെയിൻ ആക്ഷൻ വാസോ ഡൈലേഷൻ, അതായത് രക്തക്കുഴലിൽ തന്നെ വികസിപ്പിക്കും. BP കുറയും, അതാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ അതിൻ്റെ BP കുറയുന്നത് മാത്രമല്ല, ഇത് അതായത് ഇത് ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കുറച്ചുകൂടെ കൂടും. അപ്പോൾ കൊറോണറി വാസോ ഡൈലേഷൻ കൊണ്ട് ഇതിന് ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ കൂട്ടാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത് ഹാർട്ടിൻ്റെ സ്പെസിഫിക്കാണ്. ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്കിനേക്കാളും കൂടുതൽ ക്രോണിക് സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയുന്ന അസുഖമുണ്ട്. അതായത് നമുക്ക് ഈ നെഞ്ചുവേദന വരുന്ന അസുഖമുണ്ട്. ക്രോണിക് സ്റ്റേബിൾ അഞ്ചൈന ഒരു എമർജൻസി അല്ല, ആളുകൾ ഒരു എക്സർഷൻ ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം, അവർക്ക് ചെസ്റ്റ് പെയിൻ വരും. അങ്ങനെയുള്ള സ്റ്റേബിൾ ക്രോണിക് അഞ്ചൈനയ്ക്ക് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡ്രഗാണ്. 5 മില്ലിഗ്രാം അല്ല, സ്റ്റേബിൾ അഞ്ചൈനുള്ളവർ അതുവേണ്ടി ജീവിക്കുക. പക്ഷെ അവർക്കൊരു പ്രൊസീജിയർ ചെയ്ത് അതിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് നല്ലതാണ്, അതേ ഉള്ളൂ. അല്ല അവർ അത് ഉടനെ ഡെത്ത് ആവാനുള്ള ചാൻസ്, പക്ഷേ ഫ്യൂച്ചർ അറ്റാക്കിൻ്റെ ഒരു വാർണിംഗ് സൈനാണ് ക്രോണിക് സ്റ്റേബിൾ അഞ്ചൈന. പക്ഷേ
നമ്മൾ അൺസ്റ്റേബിൾ അഞ്ചേന എന്ന് പറഞ്ഞൊരു പുതിയതല്ല, അത് ഒരു പെട്ടെന്ന് വേഴ്സൺ ചെയ്യുന്ന അഞ്ചേനയാണെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഓൾമോസ്റ്റ് അത് അൺസ്റ്റേബിൾ അഞ്ചേന ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു MI. അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, വളരെ മൈനർ വേരിയേഷൻ. അതിനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും പറ്റില്ല. ഇമ്മീഡിയറ്റ് അഡ്മിഷൻ ICU ട്രീറ്റ്മെന്റ് ഒക്കെ വേണം. ഈ ഐസോസോർബേറ്റ് 900 സൈഡ് എഫക്ട്സ് ഹെഡേക്ക് ആണ് കോമണസ്റ്റ് സൈഡ് എഫക്ട്. കഴിച്ച ഹെഡേക്ക് വന്നിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഹെഡേക്ക് വരുന്നത് ഒരു നല്ല സൈനുമാണ്. അത് മരുന്ന് എഫക്ട് ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഇതാണ്. 5 mg 10 mg TDS 3 നേരം കഴിക്കാം. ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻസ് ആർ ഓൾസോ അവൈലബിൾ. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. പിന്നെ സബ്ലിംഗ്വൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് സോബിട്രേറ്റ് 5 mg സബ്ലിംഗിൽ വെച്ച് അവർക്കൊരു വലിയൊരു ചെസ്റ്റ് പെയിൻ വരുന്നു, അല്ലെങ്കിൽ വരാൻ പോകണു, ഒരു സ്ട്രെയിനർ സിറ്റുവേഷൻ വരുന്നെങ്കിൽ 5 mg വെച്ചിട്ട് അവർ ഐസോലേഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഞ്ചേന വരാതിരിക്കും. അതുപോലെ പെട്ടെന്ന് നല്ല അഞ്ചേന വരുന്ന സെറ്റിംഗ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഒരു 5 mg സബ്ലിംഗിൽ വെച്ചിട്ട് എത്തിയാൽ ദോഷമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ശ്രീജിത്ത്? അത് ഇപ്പം നമ്മളൊരു ചെസ്റ്റ് പെയിൻ, ഇപ്പം ഹാർട്ട് അറ്റാക്കിന്റെ ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ അത് ചില ടൈപ്പ് MI, ഇപ്പം ഇൻഫീരിയർ വോൾ MI ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് BP റെഡ്യൂസ് ചെയ്തിരിക്കുന്ന MI ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ സോബിട്രേറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ BP വീണ്ടും അങ്ങ് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. BP ചെക്ക് ചെയ്തിട്ട് സോബിട്രേറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഐഡിയൽ. ചുമ്മാ കണ്ണുപൂട്ടി അങ്ങ് യൂസ് ചെയ്യേണ്ട. അതൊരു എസെൻഷ്യൽ ഡ്രഗ് എന്ന് പറയുന്നത്, അതായത് 100% എസെൻഷ്യൽ അല്ല. ആസ്പിരിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊടുക്കേണ്ട ഡ്രഗ്. ഈ സോബിട്രേറ്റ് ചെസ്റ്റ് പെയിൻ റിലീഫിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്, നമ്മൾ വയാഗ്ര എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ടല്ലോ, ഫ്രീക്വന്റ്ലി യൂസ് ഡ്രഗാണ്. നാട്ടുകാരെല്ലാം എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഡയബറ്റിക്സ് അവരൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അപ്പം വയാഗ്ര എടുത്തിട്ടുണ്ടോ എന്ന്, ലാസ്റ്റ് 24 hours വയാഗ്ര എടുത്തിട്ടുണ്ടോ എന്ന് ഈ ഡ്രഗ് കൊടുക്കുന്നതിന് മുന്നേ ചോദിക്കണം എന്നാണ് ഒരു ലേറ്റസ്റ്റ് റൂൾ. ഇപ്പോൾ വയാഗ്രയുടെ മെക്കാനിസം ആക്ഷൻ ഇതുമായിട്ട് അങ്ങോട്ട് ഇത് ചെയ്യും. അപ്പോഴേക്ക് ഇത് ചിലപ്പം കണ്ടമാനം പ്രെസിപിറ്റസ് ആയിട്ട് BP ഒക്കെ ചിലപ്പോൾ ഫോളോ ചെയ്ത് കളയും. ലാസ്റ്റ് പാസ്റ്റ് 24 hours ഈ ഡ്രഗ് എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നതല്ലാണ് അത്രേ ഉള്ളൂ. പിന്നെ ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻ ഇംഡ്യൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു അതിൻ്റെ ഡ്രഗാണ്. നെക്സ്റ്റ് ഡ്രഗാണ് മോണോ നൈട്രേറ്റ്. ഐസോസോർബേറ്റ് ട്രൈനൈട്രേറ്റ് പോലെ അതിൽ മോണോട്രേറ്റ് ഉണ്ട്. മോണോട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ലോങ് ആക്ടിങ് ആണ്. പ്രശ്നമുണ്ട്. പിന്നെ മോണോട്രേറ്റ്, വാസോട്രേറ്റ് ഉണ്ട്. പിന്നെ ഈ കോമ്പിനേഷൻ ഉണ്ട്. ആസ്പിരിനായിട്ട് കോമ്പൈൻ ചെയ്യാം. അതൊന്നും കോമ്പിനേഷന് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമില്ല. പിന്നുള്ളത് നിക്കോറാൻഡിൽ വേറൊരു ആന്റി അഞ്ചേനൽ, ഇതുപോലെ തന്നെ ഒരു ഡ്രഗാണ്. അത്ര ഫ്രീക്വന്റ്ലി പ്രിസ്ക്രൈബ്ഡ് അല്ല, എന്നാലും കാർഡിയോ ആക്റ്റീവ് ഡ്രഗ്സ് കുറേ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. വെരാപ്പാമിൽ നേരത്തെ ഞാൻ ഡിൽറ്റിയാസ് എന്ന് പറഞ്ഞു, അതിൻ്റെ സെയിം ഗ്രൂപ്പിൽപ്പെട്ട റേറ്റ് കുറയ്ക്കുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഈവൻ നമ്മൾ കെയർഫുൾ മോണിറ്റർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഡ്രഗ്. റേറ്റ് കുറയ്ക്കേണ്ട ആവശ്യങ്ങളിൽ യൂസ് ചെയ്യാം. കുറച്ച് BP ഒക്കെ കുറയ്ക്കും, എല്ലാം കുറച്ച് കളയും. അങ്ങനെ ഒരു അമിയോഡറോൺ എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ട്. അത് സ്പെഷ്യലിസ്റ്റിൻ്റെ ഡ്രഗാണ്. പക്ഷേ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി അരിത്മിക് ഡ്രഗായിട്ട് ഇപ്പം വളരെ യൂസ് വരുന്ന ഡ്രഗാണ്. ഒരുപാട് പേരെ പ്രിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ അമിയോഡറോൺ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് അതിന് കുറച്ച് തൈറോയിഡ് പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കുറച്ച് സൈഡ് എഫക്ട്സ് വേറെ അല്ലാതെ ഉണ്ട്. റേറ്റ് ചിലപ്പോൾ അവിടെ കുറച്ച് കളയാം, BP കുറച്ച് കളയാം. ഹാർട്ടിൻ്റെ ഡിസ്ഫങ്ഷൻ ചിലപ്പോൾ ഓൾറെഡി ഹാർട്ട് ഫെയിലിയർ ഉള്ളതിന് ചിലപ്പോൾ വേഴ്സൺ ചെയ്യാം. ബ്ലോക്ക് ഒക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. പ്രഗ്നൻസി, ലാക്ടേഷൻ ഇവരിലൊക്കെ കൊണ്ടായിരിക്കും. തൈറോയിഡ് ഡിസീസ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. ടോക്സിക് ആണ് കുറച്ച്. പിന്നെ ഇതിന് ഒരുപാട് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മെക്കാനിസം ആക്ഷൻ കുറച്ച് സ്ലോ ആക്ടിങ് ആണ്. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി അരിത്മിക് ആയിട്ട് കോർഡറോൺ എന്ന ഒരു ഡ്രഗാണ്. 200 mg 2 നേരമൊക്കെ ആയിട്ടാണ് സാറിന് കിട്ടുന്നത്. റിതം ഡിസ്റ്റർബൻസ്, ഇപ്പം ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ ഒരു തവണ 2 തവണയൊക്കെ VF റിക്കറൻ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കുലർ ആർമിയസ് വന്നു, അല്ലെങ്കിൽ പോസ്റ്റ് MI ആയിട്ട് ചിലർക്ക് കാർഡിയാക് ഒരു ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ കിട്ടാറുണ്ട്. കോർഡറോൺ എന്ന് പറഞ്ഞ ഡ്രഗ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് തൈറോയിഡിനെ പറ്റി ഓർത്തിരിക്കുക. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഡ്രഗാണ് ഇത്. കോർഡറോൺ ആണ് ഫ്രീക്വൻ്റ്ലി ഇതാണ്. പിന്നെ ഉള്ളത് വ്യത്യാസം നേരത്തെ പറഞ്ഞു. വെരാപ്പാമിലും ഡിൽറ്റിയാസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പെൻഡോക്സിഫൈൽ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ
ട്രെൻഡാൽ എന്നാണ് അതിൻ്റെ ട്രേഡ് നെയിം. ഫ്ലോപ്പിൻ്റെ ഇതൊക്കെ കോമൺലി ഇതാണ്. ഇതിൻ്റെ ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉള്ളവർക്ക് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി എഴുതി കൊടുക്കാറുണ്ട്. 400 മില്ലിഗ്രാം 3 നേരം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ട്രെൻഡാൽ, TRENTAL, ഫ്രീക്വൻലി പ്രിസ്ക്രൈബ് ഡ്രഗ് ആണ്. കാലിലൊക്കെ ഈ പറഞ്ഞ പോലെ വാസ്കുലർ പ്രോബ്ലംസ്, ഡയബറ്റിക്സിലും ഒക്കെ ചുമ്മാ അതൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ യൂസ് ഒന്നും പറയത്തക്ക ഒന്നും വരുന്നില്ലെങ്കിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം വേറെ എഫിഡ്രിന് വേണ്ട കേട്ടോ. ആസ്പിരിൻ എക്സ്റ്റെൻസീവ്ലി യൂസ്. ആസ്പിരിൻ്റെ മെയിൻ യൂസ് വെസ്റ്റേൺ കൺട്രീസിൽ ഹെഡ് ഏക്ക് റിലീഫ്. ഇപ്പം USA പാരസെറ്റമോളിനേക്കാളും ആസ്പിരിനാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പെയിൻ റിലീഫിന് ആരും ഈ ആസ്പിരിൻ യൂസ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നില്ല. ഇപ്പം ആസ്പിരിൻ ഇപ്പോൾ യൂസ് കാർഡിയാക്ക് തന്നെ മെയിൻലി. കാർഡിയാക്കും അതുപോലെ സ്ട്രോക്ക്, വാസ്കുലർ ഇവൻറ്റ്സ്, അതുപോലെ ക്ലോട്ടിങ് ഇവൻറ്റ്സ്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയ്ക്കുന്ന ഡ്രഗാണ്. അപ്പം അതാണ് അതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ. പല ഡോസിൽ ഇതുണ്ട്. 75 മില്ലിഗ്രാം, 50 മില്ലിഗ്രാം, 75, 150, 325 ഇങ്ങനെ പല ഡോസിൽ ഇത് അവൈലബിൾ ആണ്. അപ് ടു 400 മില്ലിഗ്രാം വരെയുള്ള ഡോസുകളുണ്ട് ഇതിന്. അപ്പം പക്ഷേ ഇതിൻ്റെ ലോ ഡോസാണ് നമ്മൾ ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഫൈലാക്റ്റിക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി പ്രൊഫൈലാക്സിസ് ഓഫ് വാസ്കുലർ ഇവൻറ്റ്സ് ഒരു ആസ്പിരിൻ 75 to 150 മില്ലിഗ്രാം ഡെയിലി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ MIO സ്ട്രോക്കോ വരാനുള്ള ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം വളരെ ഫ്രീക്വൻലി പ്രിസ്ക്രൈബ്ഡ് ആണ്. പിന്നെ അങ്ങനെ സൈഡ് എഫക്ട്സ് എന്ന് പറയാനായിട്ട് ആസിഡിറ്റി, നമ്മുടെ ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട്സ് കോമൺ ആണ്. ആസിഡിറ്റി ഉള്ളവർക്ക് ഇത് കഴിവതും കൊടുക്കാൻ പാടില്ല. അൾസറിൻ്റെ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവർ, എവിടെയെങ്കിലും ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് ആസ്പിരിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ആസ്പിരിൻ ആ ബ്ലീഡിങ് വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ലോപ്പിഡോഗ്രിൽ എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ്റെ സെയിം പുതിയൊരു ഡ്രഗ് ഉണ്ട്, കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. ആസ്പിരിൻ ക്ലോപ്പിവാസ് എന്നുണ്ട്, പ്ലാഗ്രിൽ, ക്ലോപ്പിവാസ്, കോംബിപ്ലാച്ച്, ഡിപ്ലാച്ച്. ഇപ്പം ആസ്പിരിൻ പോലെ ഇപ്പം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. കാർഡിയാക് അഗെയിൻ ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡ്രഗാണ്. 75 മില്ലിഗ്രാം, 150 മില്ലിഗ്രാം ആണ്. പിന്നെ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ ഈ രണ്ട് ഡ്രഗും അക്യൂട്ട് MI, പെട്ടെന്ന് വന്നിരിക്കുന്ന MI, അൺസ്റ്റേബിൾ എൻജിന, ഈ രണ്ട് പ്രോബ്ലംസിനും പെട്ടെന്ന് അക്യൂട്ട് എമർജൻസി ട്രീറ്റ്മെൻ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൊടുത്തിരിക്കണം എന്നാണ് ശരിക്കും. വേറെ ക്ലോപ്പിഡോഗ്രിലിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചുകൂടെ കുറവാണ്. ആസ്പിരിനെ പോലെ ഗ്യാസ്ട്രിക് ഇത് എത്രത്തോളം ഇല്ല, എന്നാലും ഉണ്ട്, കുറച്ചുണ്ട്. ഒരുപാട് ട്രെയിനേഴ്സ് ഇതായിട്ട് അവൈലബിൾ ആണ്. കോമ്പിനേഷൻ ഉണ്ട് ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രിൽ. ഇപ്പം എല്ലാ കാർഡിയാക് പേഷ്യൻസിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോപ്പിവാസ് A അല്ലെങ്കിൽ ഡിപ്ലാറ്റ് A എന്ന് പറയുന്നത്, ഡിപ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോപ്പിഡോഗ്രിൽ, A എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഫ്രീക്വൻലി ഇതിൻ്റെ രണ്ടും കൂടെ ഉണ്ടെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ വലിയതായിട്ട് കാണുന്നില്ല. വലിയ പ്രശ്നം ഉണ്ടാകേണ്ട ഒരു ഡ്രഗല്ല ഇത്. പിന്നെ ക്ലോപ്പിഡോഗ്രിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഡ്രഗ് ആസ്പിരിൻ ഗ്യാസ്ട്രിക്, അത് ഞാൻ പറഞ്ഞു. ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട്സ്, അസിഡിറ്റി ഉള്ള ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവർക്ക് രണ്ടും കൊടുക്കാൻ പാടില്ല. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റെയർലി കാണാം. ചിലർ ആസ്പിരിൻ ഹൈപ്പർ സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കരുത് ആ ഡ്രഗ്. ഹൈപ്പർ സെൻസിറ്റീവ് എല്ലാ ഡ്രഗിനും വരാമല്ലോ, ഏത് ഡ്രഗ്സിനും വേണമെങ്കിൽ വരാം. അപ്പോൾ ബ്ലീഡിങ് ടെൻഡൻസി എവിടെന്നെങ്കിലൊക്കെ ആക്റ്റീവ് സർജറി കഴിഞ്ഞോ അല്ല അങ്ങനെ പെട്ടെന്ന് അൾസർ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരൊന്നും കൊടുക്കാൻ പാടില്ല. ജനറൽ പ്രാക്ടീസ് ഒരാളുടെ റെഗുലർ APD പറയുവാണെങ്കിൽ ഇതൊരു ചാൻസ് ഉണ്ട്. ആസ്പിരിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആസ്പിരിൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലോപ്പിഡോഗ്രിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാലും ചിലപ്പോൾ മതി. ക്ലോപ്പിഡോഗ്രിൽ അത്രയ്ക്ക് പ്രോബ്ലം ഇല്ല, അതാണ് ഒരു ഇതുള്ളത്. ഹെപ്പാരിനും ഇതൊക്കെ ഇഞ്ചെക്റ്റബിളാ, ഒന്നും വേണ്ടല്ല, നമ്മൾ സാധാരണ വലിയ ആവശ്യം. ഓക്കെ ശരി. വാർഫാരിന് കോമൺലി പലരുടെയും റുമാറ്റിക് വാൽവുലർ ഹാർട്ട് ഡിസീസ്, അതുപോലെ ഒരു തവണ ഈ ത്രോംബോ എംബോളിക് എന്തെങ്കിലുമൊക്കെ ഫിനോമിനം വന്നതിൽ, ഇപ്പോൾ ത്രോംബോ എംബോളിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞ സ്ട്രോക്ക് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് ത്രോംബസ് ഫോം ചെയ്തിട്ട് അത് ബ്രെയിനിലോട്ട് പോയിട്ട് സ്ട്രോക്ക് ഉണ്ടാക്കുന്നത്. ആ ടൈപ്പ് ഡിസീസ് ഒരു തവണയൊക്കെ വന്നിട്ടുള്ളവർക്ക് ഫ്യൂച്ചറിൽ അത് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് വാർഫാരിൻ. അപ്പോൾ വാർഫാരിൻ എന്ന് പറഞ്ഞാൽ ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ ഇത് നമ്മളെ ഈ ലിവറിലാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്, കുറച്ച് ക്ലോട്ടിംഗ്. അപ്പോൾ ലിവർ ഉള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ എല്ലാം അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അങ്ങോട്ട് ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയാഗുലേഷൻ പ്രോസസ്സ് നടക്കാതെ ക്ലോട്ട് ഉണ്ടാവില്ല. ചില കണ്ടീഷൻസ് നമുക്കിത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് വാൽവ് റീപ്ലേസ് ചെയ്തു, അവർ ലൈഫ് ലോങ് ചിലപ്പോൾ വാർഫാറിന് എടുക്കേണ്ടി വരും. അതുപോലെ പ്രീവിയസ് ത്രോംബോ എംബോളിസം, പൾമണറി ത്രോംബോ എംബോളിസം വന്നവരില്ല, ലങ്ങിലോട്ട് ക്ലോട്ട് പോയിട്ട് അടഞ്ഞിട്ട് പെട്ടെന്ന് പൾമണറി ഇൻഫാക്ഷൻ എന്ന് പറയും, ലങ്സ് കുറച്ച് മോശം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ
ഒക്കെ ഇത് നമ്മൾ വാർഫാരിൻ ഒരു ചിലപ്പോൾ ലൈഫ് ലോങ് എടുക്കാറുണ്ട്. വാർഫാരിൻ കൊടുക്കുന്ന ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് INR എന്ന് പറയുന്ന ഒരു സംഭവം പ്രോത്രോംബിൻ ടൈം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. PTINR എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തിട്ടാണ്. അതിന് പല ഡോസിൽ അവൈലബിൾ ആണ്. 2 മില്ലിഗ്രാം മുതൽ 10-15 മില്ലിഗ്രാം. അതാണ് ഇത് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്ത് INR ഒരു 2 മുതൽ 3 വരെയൊക്കെ ആക്കി നിർത്തുകയാണ് പരിപാടി ബേസിക്കലി. എന്താണ് നമ്മുടെ വാൽവ് റീപ്ലേസ് ചെയ്ത് മറ്റേ മെക്കാനിക്കൽ വാൽവ് ആണെങ്കിൽ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളതിന് ഈ INR ഒരു 2-3 ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ ഡിസൈഡ് റേഞ്ച് വരുന്നത്. എത്താംസിലേറ്റ് ബ്ലീഡിങ് പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് നമ്മൾ ഈ പറഞ്ഞ ക്ലോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് പറഞ്ഞ ബ്ലീഡിങ് പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നവർക്ക് ഒരു ബ്രോഡ് സ്പെക്ട്രം ഹീമോസ്റ്റാറ്റിക് ആന്റി ഹെമറേജിക് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അതിന്റെ ഡോസ് 500 മില്ലിഗ്രാം 3 വരെ കൊടുക്കും. ഇപ്പം ബ്ലീഡിങ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്മെനോറിയ അങ്ങനെയൊക്കെ ടൈപ്പുള്ള ബ്ലീഡിങ് അവരിൽ നിന്നൊക്കെ ചിലർക്ക് ബ്ലീഡിങ് വരുന്നത് മെനറേജിയ. ഡിസ്മെനോറിയ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മെനറേജിയ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് പ്രശ്നം. ഡിസ്മെനോറിയ പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ ആണ്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അൺനെസസറി ബ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിൽ കൊടുക്കാം. സൈഡ് എഫക്ട്സ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതില്ല. ഹെംസിൽ, എത്താംസിൽ അതൊക്കെയാണ് അതിന്റെ സൈഡ് ട്രേഡ് നെയിം. അതേ ഗ്രൂപ്പിൽ വിടുന്ന വേറൊരു മെക്കാനിസം ആക്ഷൻ ഉള്ള ഡ്രഗാണ് ട്രാനക്സാമിക് ആസിഡ്. അതും ആന്റി ഹെമറാജിക് ആണ്. ട്രാനക്സ ആണ്. അതെ, 2 മെക്കാനിസം ആക്ഷൻ ആണെന്നുള്ളത്. ട്രാനക്സയും നമ്മൾ ബ്ലീഡിംഗ് ഉള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. പിന്നുള്ളത് ഡിജോക്സിൻ. ഹാർട്ടിന്റെ ഇത് പമ്പിങ് ഫംഗ്ഷൻ കൂട്ടുന്നത്, അതായത് മസിലിന്റെ പമ്പിങ് ഫോഴ്സ് ഓഫ് ഇത് കുറച്ചുകൂടെ കൂട്ടും. അതാണ് അതിന്റെ മെക്കാനിസം. അത് വളരെ ഫ്രീക്വന്റ്ലി ചീപ്പാണ് സംഭവം. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അതാണ് സത്യം പറഞ്ഞത്. കാരണം ഇത് കണ്ടമാനം പേര് ഡിയോക്സിൻ ഗവൺമെന്റിലെല്ലാം ഫ്രീ ആണ്. പേഷ്യൻസിന് ഒരിക്കൽ തുടങ്ങിയത് ജീവിതകാലം മുഴുവൻ പലരും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് വളരെ പ്രശ്നം പിടിച്ചൊരു ഡ്രഗാണ്. ഇതിന്റെ ഡോസ് 0.25 മില്ലിഗ്രാം ആണ് ഇത് കിട്ടുന്നത്. ഈ ഡ്രഗിന്റെ ഡോസ് ഒക്കെ കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹാർട്ടിനെ വീണ്ടും അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. റിതം ഡിസ്റ്റർബൻസ്, ബ്ലോക്ക് ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡിജോക്സിൻ ബേസിക്കലി ടോക്സിക് എന്ന് പറഞ്ഞാൽ GA ടോക്സിറ്റി സാധാരണ കാണുന്നത്, അതായത് വോമിറ്റിംഗ് ഇതാണ്. പൊട്ടാസ്യം കുറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് വേഴ്സൺ ചെയ്യും. ഇതിന്റെ മെയിൻ പ്രോബ്ലം ഇത് ഒരേ സമയം അരിത്മിക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. അതേസമയം ഇത് കാരണം അരിത്മിയാസ് വേറെ വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു സ്പെഷ്യലിസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഡ്രഗ് ആണ് ശരിക്കും. പക്ഷേ ഇത് പലരും പ്രിസ്ക്രിപ്ഷനിൽ കാണാറുണ്ട്. കണ്ടവന് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നവരൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിജോക്സിൻ ആയിരിക്കും ചിലപ്പോൾ കാരണം. അല്ല, ഇത് വോമിറ്റിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം ഡിജോക്സിൻ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വോമിറ്റിംഗ് കാരണം ഡിജോക്സിന്റെ ടോക്സിറ്റിയും ചിലപ്പോൾ വേഴ്സൺ ചെയ്യും. ഈ പേഷ്യന്റ് ചിലപ്പോൾ ഓവറോൾ ബാഡ് ഇതിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഡിജോക്സിൻ ചിലപ്പോൾ തൽക്കാലം നിർത്തി വെക്കേണ്ട ഇത് വരാറുണ്ട് പലപ്പോഴും. ഇൻഡിക്കേഷൻ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആണ്. പലരും ഹാർട്ട് ഫെയിലിയറിന് പല ടൈപ്പ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. ഇപ്പോൾ വാൽവിന്റെ പ്രശ്നങ്ങളുള്ള ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ വാൽവ് അടഞ്ഞിട്ടുള്ള ഇപ്പോൾ മൈട്രൽ സ്റ്റിനോസിസ് മാതിരിയുള്ളതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡിജോക്സിൻ വലിയ റോളില്ല. പക്ഷേ ഒരു കാർഡിയോ മയോപ്പതി എന്നൊക്കെ പറയും, അതായത് ഹാർട്ടിന്റെ പമ്പിങ് മോഷൻ ഓൾറെഡി വീക്ക്, മസിൽ വീക്ക്നെസ് ഒക്കെ ആണെങ്കിൽ നമ്മളിതുകൊണ്ട് ചിലപ്പോൾ റോൾ ഉണ്ടാകാം. മനസ്സിലായത്. പക്ഷേ ഈ പേഷ്യന്റിന്റെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടൊക്കെ അത് കൊടുക്കാറുള്ളൂ. 0.25 ഹാഫ് ഒക്കെയാണ് ഇതിന്റെ ഡോസ്. ഡിജോക്സിൻ, ലാനോക്സിൻ എന്നൊക്കെയാണ് ഇതിന്റെ ട്രേഡ് നെയിം വരുന്നത്. പിന്നെ ഡോപ്പമിൻ ഇഞ്ചെക്റ്റബിൾ ഡ്രഗാണ്. BP കൂട്ടാൻ വേണ്ടിയുള്ള ഡ്രഗാണ്. ഡോപ്പമിൻ വെച്ചാൽ അഡ്രിനർജിക് ആക്ടിവിറ്റി ആണ്. അപ്പോൾ അത് ശരിക്കും ആന്റി ഷോക്ക് ഡ്രഗ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഷോക്ക് ഇപ്പോൾ പേഷ്യന്റ് പെരിഫറൽ സർക്കുലേറ്ററി ഫെയിലിയർ ഷോക്കിന്റെ കോസ് പക്ഷേ നമ്മൾ എന്താ പറയുന്ന ഒരു ബ്ലഡ് ലൂസ് ചെയ്തിട്ടുള്ള ഷോക്ക് അല്ലെങ്കിൽ ഡയറിയ കൊണ്ട് വോളിയം ലൂസ് ചെയ്തിട്ടുള്ള ഷോക്ക് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്താൽ ഷോക്ക് മാറും. പക്ഷെ ചില ടൈപ്പ് ഷോക്കിൽ ഇത് കഴിഞ്ഞാലും കണ്ടമാനം ഷോക്ക് കുറേ നേരം BP കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ റീനൽ പെർഫ്യൂഷൻ, സെർബൽ പെർഫ്യൂഷൻ കുറഞ്ഞിട്ട് ആള് വേറെ സിസ്റ്റമിക് പ്രോബ്ലത്തിലോട്ട് പോകും. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലമായിട്ട് BP കൂട്ടി വയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 12 to 24 hours ഒക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി അത് കൊച്ചിന് കൊടുക്കരുത്, ഇത് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഇതുള്ളത്. ഹാർട്ട് ഫെയിലിയർ, MI അടിച്ചിട്ടുള്ള BP ലോസിൽ. അതുപോലെ ഒരു പേഷ്യന്റ് നമുക്ക് വരുന്നു, ഒരു BP നോക്കുമ്പം അപ്പം 60 ഒക്കെ ഉള്ളൂ. അവര് നല്ല പെരിഫറൽ എക്സ്ട്രീമിറ്റീസ് ഒക്കെ കോൾഡ്, ക്ലാമി, പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആണ്,
കുറേ നേരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ടൊക്കെ കുറയും. ഈ സ്റ്റേറ്റിന് നമ്മൾ ഷോക്ക് എന്ന് പറയും. ഈ പേഷ്യന്റ് നമുക്ക് കണ്ണും പൂട്ടി ഒരു ആംബിൾ ഡോപ്പമിൻ ഒരു നോർമൽ സെലൈനകത്ത് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 ആംബിൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഡോസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് BP കുറച്ച് തൽക്കാലത്തേക്ക് കൂട്ടി നിർത്താൻ പറ്റും. അങ്ങനെ ഇതാണ് ഡോപ്പമിൻ്റെ ആക്ഷൻ. അറ്റോർവാസ്റ്റാറ്റിൻ ആന്റി ലിപ്പിഡ് അല്ലെങ്കിൽ ആന്റി കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ്. അപ്പോൾ ഭയങ്കര കോമൺ. ഈ അറ്റോർവാസ്റ്റാറ്റിൻ ഇപ്പോൾ നേരത്തെ തന്നെ ക്ലോപ്പിഡോഗ്രാൽ ആസിഡ് എന്ന് പറയുന്ന ഒരു കാർഡിയക് പ്രോബ്ലം ഉള്ള ഒരു പേഷ്യന്റെ പ്രിസ്ക്രിപ്ഷൻ എന്തായാലും കാണുന്ന ഒരു ഡ്രഗാണ് അറ്റോർവാസ്റ്റാറ്റിൻ. കണ്ടമാനം കമ്പനീസ് ഇത് ഇറക്കും. എല്ലാ കമ്പനീസും ഏതാണ്ട് അറ്റോർവാസ്റ്റാറ്റിൻ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. 10 മില്ലിഗ്രാം 20 മില്ലിഗ്രാം ഒക്കെയാണ് ഡോസ് വരുന്നത്. അപ്പം വാസോ ലിപ്പ്, അറ്റോർ ലിപ്പ്, അതുപോലെ ടൊണാക്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ട്രേഡ് നെയിം വരും. ഒരുപാട് കമ്പനി, എല്ലാ കമ്പനീസും ഇപ്പോൾ അറ്റോർവാസ്റ്റാറ്റിൻ നടക്കുന്നുണ്ട്. സേഫ് ആണ് റിലേറ്റീവ്ലി. പക്ഷെ ചിലർക്ക് മസിൽ പെയിൻ വരെ പറയുന്നുണ്ട്. ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇത് കൊടുത്തുകൂടാ അതാണ് പറയുന്നത്. അറ്റോർ ലിപ്പ് ഉണ്ട്, ടൊണാക്ട് കോമൺ ആണ്, ലിപ്പികൈൻഡ്, ലിപ്പിവാസ് അങ്ങനെയൊക്കെയുള്ള ഡ്രഗ് ഉണ്ട്. കോമൺ ആണ് ഇതെല്ലാം. സ്റ്റാറ്റോർ സ്റ്റാറ്റിൻ ഒക്കെ ഉള്ളൊരു ഇത് വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. മിക്കവാറും ഇത് ആയിരിക്കുന്നത്. സ്റ്റാറ്റിൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതിന്റെ കോമ്പിനേഷൻസും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കോമ്പിനേഷൻ. അറ്റോർവാസ്റ്റാറ്റിന് ആസ്പിരിൻ റാമിപ്രിലൂടെ കമ്പൈൻ ചെയ്ത് ഡയബറ്റീസുകാർക്ക് BP കുറയ്ക്കാനും ഹാർട്ടിന്റെ ഈ പറഞ്ഞ ഇവന്റ്സ് കുറയ്ക്കാനും അത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതെല്ലാത്തിനൂടെ ചേർത്തിട്ട് 3 ഡ്രഗ് കൂടെ കമ്പൈൻ ചെയ്ത് കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. ഡ്രഗുകളുണ്ട്. മസിൽ പെയിൻ വരാം ചിലർക്ക്. അത് റെയർ, ഹൈ ഡോസിൽ വരത്തുള്ളൂ. 40 മില്ലിഗ്രാം മുകളിലേ വരാറുള്ളൂ. ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഇത് കഴിവതും ലിവർ ഡിസീസ് ആക്റ്റീവായിട്ട് ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ അതിനെ പറ്റി പറയാം. സിംവാസ്റ്റാറ്റിൻ ഈ അറ്റോർവാസ്റ്റാറ്റിന് മുമ്പുണ്ടായിരുന്ന ഡ്രഗാണ് സിംവാസ്റ്റാറ്റിൻ. ഇപ്പം വലിയ യൂസ് കുറഞ്ഞു. അറ്റോർവാസ്റ്റാറ്റിൻ വന്നതോടെ ഇതിന്റെ യൂസ് കുറച്ച് കുറഞ്ഞു. അട്രോപ്പിൻ വളരെ എമർജൻസി ട്രയലിലെ ഒരു ഡ്രഗാണ് അട്രോപ്പിൻ. അട്രോപ്പിന്റെ ബേസിക് മെക്കാനിസം പറഞ്ഞാൽ ഭയങ്കര പാടാണ് മനസ്സിലാക്കാൻ. ആന്റി കോളിനർജിക് എന്ന് പറയുന്നത്, അതായത് ആന്റി കോളിനർജിക് എന്ന് പറഞ്ഞാൽ കോളിനർജിക് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തെ സെക്രേഷൻസ് എല്ലാം കണ്ടവരും കൂട്ടുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ സ്ഫിഞ്ചേഴ്സ് ഒക്കെ തുറക്കുന്ന ഒരു സംഭവമാണ്. പാരാസിമ്പത്തറ്റിക് എന്ന് പറയും. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ സ്ഫിഞ്ചേഴ്സ് ഒക്കെ അടയ്ക്കും. അങ്ങനെ ഓർത്താം. അതിപ്പോൾ നമ്മൾ കോളിനർജിക് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ യൂറിൻ പാസ് ചെയ്യും, ഫീസസ് പാസ് ചെയ്യും, സെക്രേഷൻസ് കൂടും, പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യും, കണ്ടമാനം സെക്രേഷൻസ്, ലങ്ങിൽ പൾമണറി എഡീമ വരാൻ സാധിക്കും. ഇപ്പോൾ കോളിനർജിക്കിന് ഒരു ടിപ്പിക്കൽ ആക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഓർഗനോഫോസ്ഫേറ്റ് ഈ അഗ്രികൾച്ചറൽ യൂസിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഫ്യൂരിഡാൻ എന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് അടിക്കുന്നവർ കോളിനർജിക്കാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ടാണ് അട്രോപ്പിൻ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിഞ്ചേഴ്സ് ഒക്കെ കയറി ടൈറ്റ് ആക്കി കളയും. അതുപോലെ ഹാർട്ടിനകത്തുണ്ട് കോളിനർജിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ റേറ്റ് കുറയ്ക്കും. അട്രോപ്പിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ റേറ്റ് കൂട്ടും. പ്യൂപ്പിളിനകത്തുള്ള ആക്ഷൻ കോളിനർജിക് എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യും, അട്രോപ്പിൻ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. സെക്രീഷൻസ് അട്രോപ്പിൻ കണ്ടവനും ഡ്രൈ ആക്കി കളയും, കോളിനർജിക്ക് ഡ്രൈ കൂട്ടും. അപ്പോൾ അട്രോപ്പിന്റെ യൂസ് മെയിൻലി കോളിനർജിക്ക് മാറും. പക്ഷെ അട്രോപ്പിന് പല യൂസ് ഉണ്ട്, ഒരുപാട് സിറ്റുവേഷൻ. ഇപ്പം മെയിൻ യൂസ് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഈ ഇതുണ്ടല്ലോ ഓർഗനോഫോസ്ഫേറ്റ് ഫ്യൂരിൻ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. അതുമായിട്ട് അതിന്റെ ഓവർഡോസ് അല്ലെങ്കിൽ അത് എടുത്ത് സൂയിസൈഡൽ ഇൻറ്റൻഷനായിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ അട്രോപ്പിൻ. അത് കണ്ടമാനം അട്രോപ്പിൻ ഇപ്പോൾ കൊടുക്കേണ്ടി വരും. അട്രോപ്പിൻ ആൻറ്റിഡോട്ടാണ്. വേറൊരു യൂസ് അട്രോപ്പിൻ്റെ ഹാർട്ടിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ടിൻ്റെ റേറ്റ് കുറയുന്ന കണ്ടീഷൻസ്, ഹാർട്ടിൻ്റെ റേറ്റ് ബ്ലോക്ക്, കണ്ടക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ആ കണ്ടക്ഷൻ ബ്ലോക്ക് തൽക്കാലത്തേക്ക് മാറ്റാൻ വേണ്ടി തൽക്കാലത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ 2 ആമ്പുകൾ അട്രോപ്പിൻ കൊടുത്താൽ റേറ്റ് കുറച്ച് കണ്ടക്ഷൻ ബ്ലോക്ക് മാറ്റി കുറച്ച് റേറ്റ് കുറച്ച് കൂടും. അങ്ങനെ ഒരു യൂസ് ഉണ്ട്. ഇഞ്ചക്ഷൻസ് അവൈലബിൾ, ഇഞ്ചക്ഷൻസ് ആണ് മെയിനായിട്ട് അവൈലബിൾ. അതുപോലെ ഇതിന്റെ ഈ പറഞ്ഞ ആക്ഷനൊക്കെ തന്നെ ഇതിന്റെ സൈഡ് വയ്ക്കും. എന്താ പറഞ്ഞ ഈ ബ്ലാഡർ യൂറിൻ പോകാതിരിക്കുന്നു, കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് റേറ്റ് കൂടുന്നു, ഡ്രൈ ആവുന്നു, അതിനകത്ത് തുടരുത്, ആള് റെഡ് ആയിട്ട് വരുന്നു, ഫീവർ പോലെ, ടെമ്പറേച്ചർ കൂടുന്നു, ഇതൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. കോമൺ എമർജൻസി ട്രയൽ ഉള്ള ഒരു ഡ്രഗ് ആണ്. പക്ഷെ യൂസ് ഉണ്ട്. ഇത് അട്രോപ്പിൻ നമ്മൾ കയ്യിലിരുന്ന
ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം ഒരാൾ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റിൽ ഇതിന് യൂസ് ഉണ്ട്. ഇതൊരു എന്താ പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലോ CPR ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഡ്രഗ് ആണ് ഇത് ശരിക്കും. റെസസിറ്റേഷൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ ഒരാൾ ബ്രാഡി അറസ്റ്റ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് അറസ്റ്റ് ഉണ്ട്. ചിലർക്ക് ടാക്കിക്കാർഡിയ വന്നിട്ട് പെട്ടെന്ന് അറസ്റ്റ് വരാം, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആയിരിക്കും കാരണം. ചിലർക്ക് റേറ്റ് പെട്ടെന്ന് കണ്ടാലും കുറഞ്ഞിട്ട് അറസ്റ്റിലോട്ട് പോകാം, അത് ബ്രാഡി അറസ്റ്റ് എന്നാണ് പറയുന്നത്. ആ ബ്രാഡി അറസ്റ്റ് അതിനകത്ത് അട്രോപ്പിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അട്രോപ്പിൻ കൊടുത്താൽ ചിലപ്പോൾ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എമർജൻസിയിൽ ഭയങ്കര യൂസ്ഫുൾ ഡ്രഗാണ് അത്. ക്ലോർപ്രൊമാസിൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു CNSലോട്ട് വന്നു നമ്മൾ. ക്ലോർപ്രൊമാസിൻ പണ്ട് വളരെ ഗ്യാസ്ട്രോ കഴിഞ്ഞു, CVS കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ 1 മണിക്കൂർ ഇതാവുമല്ലോ, ഓക്കെ പുതിയ സെറ്റ് ആക്കാം. സ്റ്റോപ്പ് ചെയ്തു.